നമ്മൾ ഒരുപാട് പേര് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് കഴിഞ്ഞ വർഷം റിലീസായ ഈഡൻ. പ്രതീക്ഷിക്കാൻ ഒത്തിരി ഉണ്ട് സിനിമയിൽ. കാസ്റ്റ് ആൻഡ് ക്രൂ മാത്രം നോക്കിയാൽ മതി. അപ്പോളോ 13, എ ബ്യൂട്ടിഫുൾ മൈൻഡ്, 13 ലൈവ്സ്, സിൻഡ്രല്ല മാൻ, ഫ്രോസ്റ്റ് നിക്സോൺ, റഷ്, പേരന്റ്ഹുഡ്, ദ പേപ്പർ, കൊക്കൂൺ, സോളോ, എ സ്റ്റാർ വാർസ് സ്റ്റോറി, സ്പ്ലാഷ്, ദ ഡാവിൻസി കോഡ് എന്നിങ്ങനെ നമുക്ക് കുറെ അധികം ഇഷ്ടപ്പെട്ട കുറെ സിനിമകളുടെ സംവിധായകനായ റോൺ ഹോവാർഡിന്റെ പടമാണ്. കൂടാതെ ടെട്രിസ് മൂവിയുടെ സ്ക്രീൻ റൈറ്ററും ജീനിയസ് എന്ന ഷോയുടെ ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള നോവ പിങ്കാണ് ഇതിന്റെയും സ്ക്രീൻ റൈറ്റർ. പിന്നെ കാസ്റ്റ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട അനാ ഡെ ആമാസ്, ബാത്ത് വാട്ടർ സോപ്പ് ഒക്കെ ഇറക്കിയ സിഡ്നി ചേച്ചി, വനീസ കർബി, ജൂഡ് ലോ, ഡാനിയൽ ബ്രോൾ, അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലും പുറകിലുമായിട്ട് ഒരു വമ്പൻ താരനിരയുള്ള സിനിമ. ഇക്വഡോറിലെ ഗാലാപോഗാസ് ഐലൻഡ്സിലെ ഫ്ലോറിയാന എന്നൊരു ഐലൻഡിൽ നടക്കുന്ന ഒരു സർവൈവൽ ത്രില്ലർ കഥയാണിത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഐലൻഡിലോട്ട് കുറച്ച് മനുഷ്യർ ചെന്ന് കയറുന്നു. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാം. വർഷം 1929. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലോകം മുഴുവൻ ആകെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഫാസിസം വർദ്ധിക്കുന്നു. ജനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും സ്വന്തം മണ്ണുപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോയി സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാലഘട്ടം. ഡോക്ടർ ഫ്രെഡറിക് ഷ്രിട്ടറും അദ്ദേഹത്തിന്റെ ഭാര്യ ഡോറയും ജർമ്മനി വിട്ട് ട്രാവൽ ചെയ്യാൻ ഇറങ്ങി. അങ്ങനെ അവർ ഫ്ലോറിയാന ഐലൻഡിലെത്തി. ഒറ്റപ്പെട്ട ഐലൻഡാണ്. ഇടയ്ക്കിടെ ഇതുവഴി ബോട്ട്സ് ഒക്കെ പാസ് ചെയ്യും. അതുവഴി ഇവിടുത്തെ ഇവരുടെ ജീവിതത്തെ പറ്റിയും ഐലൻഡിന്റെ സ്വഭാവവും ഇവിടുത്തെ റിസോഴ്സസിനെ പറ്റിയും ഒക്കെ ഇദ്ദേഹം ലെറ്റേഴ്സ് എഴുതി പുറം ലോകത്തേക്ക് അയക്കും. എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം? അത് പെയിനാണ്, വേദനയാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇല്യൂഷൻസ് മറികടക്കും. റിയൽ ആയിട്ടുള്ള റോ ആയിട്ടുള്ള ലൈഫ് കണ്ടെത്തും. ട്രൂത്ത് മനസ്സിലാക്കും. അങ്ങനെ സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മോചനം കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ റിട്ടറിന്റെ കത്തുകൾ. ഒരു സൈക്കോളജിക്കൽ POVയിൽ അദ്ദേഹം പല കാര്യങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഐസൊലേഷൻ ആഗ്രഹിക്കുന്ന, മറ്റാരാലും ശല്യപ്പെടാതെ ഒറ്റയ്ക്ക് ഒരുമിച്ച് ഇങ്ങനെ ഈ ഐലൻഡിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ റിട്ടറും അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ഡോറയും. ഇരുവരും ഒന്നിച്ചുള്ള ഈ ഐലൻഡിലെ ജീവിതം, മറ്റാരാലും ശല്യപ്പെടാതെയുള്ള ജീവിതം അവർ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇവിടുന്ന് കണ്ടെത്തും. കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ ഫുഡ് കണ്ടെത്തും. അവർ വളർത്തുന്ന കോഴികളൊക്കെ ഉണ്ട്, ഡോങ്കിയുണ്ട്. അങ്ങനെ അവരിഷ്ടപ്പെടുന്ന ആ ഒരു ജീവിതം ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ഈ ഐലൻഡിലേക്ക് മറ്റു കുറച്ച് ആളുകൾ വരുന്നത്. വിറ്റ്മർ ഫാമിലി. മാർഗരറ്റും പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഹെയ്ൻസും ഇവരുടെ മകൻ ഹാരിയും. ഹാരിക്ക് ക്രോണിക് ഡിസീസ് ഉണ്ട്. നാട്ടിൽ വെച്ച് ട്രീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ 2 വർഷത്തോളം സാനിറ്റോറിയത്തിൽ അയക്കേണ്ട ഒരു അവസ്ഥയെത്തി. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുള്ള വിറ്റ്മർ ഫാമിലിക്ക് അത് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർ റിറ്റർ കത്തുകളിൽ എഴുതിയ കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഫ്ലോറിയാന ഐലൻഡിൽ വന്ന് ഇവിടെയുള്ള ശുദ്ധവായു ശ്വസിച്ച് നല്ല രീതിയിൽ അവർ ജീവിക്കുന്നു. സാമ്പത്തികമായി അധികം ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പ്രകൃതിയോട് ചേർന്ന് ഇവിടെയുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഡോക്ടർ റിറ്ററിന്റെ ഭാര്യയ്ക്കും ഒരു തരത്തിലുള്ള അസുഖമുണ്ട്. പുള്ളിക്കാരുടെ അസുഖം ഭേദമാകാനും ഈ ഐലൻഡ് സഹായിച്ചു എന്നൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു. അതുകൊണ്ട് നാട്ടിലുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം വിറ്റ് അവർ ഇങ്ങോട്ട് തിരിച്ചു. ഇനി ഇവരുടെ ശിഷ്ടകാലം ഫ്ലോറിയാനയിലാണ്. അവസാനമായി മാർഗരറ്റ് അവളുടെ അമ്മയ്ക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. അതിലവൾ പ്രത്യേകം പറയുന്നുണ്ട്, അവൾ ആഗ്രഹിച്ച ഒരു ജീവിതമായിരിക്കില്ല ഫ്ലോറിയാനയിൽ കിട്ടുന്നത്. എന്നാലും എന്തിനും ഏതിനും കാശ് വേണ്ടി വരുന്ന ആ ലോകത്ത് ജീവിക്കുന്നതിനേക്കാളും ഏറെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയെക്കാളും ഇവിടെ തന്റെ സെക്കൻഡ് ഹസ്ബൻഡിന്റെയും സ്റ്റെപ്സണിന്റെയും കൂടി ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവൾ തീരുമാനിച്ചു. ഐലൻഡിലെത്തി കുറേ ദൂരം നടന്ന് ഡോക്ടർ റിട്ടറൊക്കെ ജീവിക്കുന്ന അവിടെ എത്തി. ഹേയ്, എന്റെ പേര് ഹെയ്ൻസ്, ഇതെന്റെ വൈഫ് മാർഗരറ്റ്, ഇത് ഞങ്ങളുടെ മകൻ ഹാരി. നിങ്ങൾ ഡോക്ടർ റിട്ടർ അല്ലേ? അതിന് അദ്ദേഹം തലയാട്ടി. ഡോറയെ കണ്ടിട്ട് ഡോക്ടർ റിട്ടറിന്റെ ഭാര്യ എന്ന് ഹെയ്ൻസ് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി അത് എതിർത്തു. അല്ലല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയൊന്നുമല്ല. വി ആർ ജസ്റ്റ് പാർട്ട്നേഴ്സ്. എന്തുകൊണ്ടാണ് ഇവർ ഈ ഐലൻഡിലേക്ക് വന്നതെന്ന് ഡോക്ടർ റിട്ടർ ചോദിച്ചപ്പോൾ, നിങ്ങൾ വന്ന അതേ റീസണൊക്കെ തന്നെ. നിങ്ങളുടെ കഥകൾ ഞങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. ആഹാ, ഞങ്ങളുടെ കഥകൾ കേട്ടിട്ടാണോ നിങ്ങൾ ഈ സഫാരി സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നത്? അത് പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് ന്യൂസ് പേപ്പറിൽ എഴുതിയിരുന്നു. ഓ, ബൈ ദ വേ, ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങളുടെ ലെറ്റേഴ്സൊക്കെ ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് 1 വർഷമായിട്ട് നിങ്ങളുടെ ലെറ്റേഴ്സൊക്കെ ന്യൂസിൽ വരാറുണ്ട്. നിങ്ങളെപ്പറ്റി ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ജർമ്മനിയിൽ നിങ്ങളൊരു സെൻസേഷനാണ്. ഡോക്ടർ റിട്ടർ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി അദ്ദേഹത്തിന്റെ ഗാർഡനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആഹാരം മാത്രമേ ഇവർ കഴിക്കുള്ളൂ. ഡോറ മാക്രറ്റിനോട് ഇവള് വളരെ ചെറുപ്പത്തിലെ അമ്മയായെന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെയല്ല, ഹാരി എന്റെ സ്റ്റെപ്സണാണ്, ഞാൻ ഹെയ്ൻസിന്റെ സെക്കൻഡ് വൈഫാണ്. ഓ, അങ്ങനെയാണല്ലേ. ഈ ഐലൻഡിലെ ജീവിതത്തെ പറ്റി പത്രത്തിൽ ഒരുപാട് പെരുപ്പിച്ചെഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിതമേ രക്ഷപ്പെട്ടു എന്നുള്ള മൂഡിലാണ് അവരുടെ എഴുത്തെങ്കിലും ഇവിടെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഒരുപാട് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഡോക്ടർ റിട്ടറൊക്കെ ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഒപ്പിച്ചത്. ഇവിടെ ഗാർഡൻ ഉണ്ടാക്കിയതാണെങ്കിലും ചുറ്റുപാട് ഇവർ നടത്തുന്ന എന്ത് കൃഷിയാണെന്നുണ്ടെങ്കിലും ഏകദേശം മാസങ്ങളുടെ കഷ്ടപ്പാടുണ്ട്. പിന്നെ വെള്ളത്തിന്റെ കാര്യം, ഈ ഐലൻഡിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത് വെള്ളത്തിനായിരിക്കും. ലേക്സ് ഇല്ല, റിവേഴ്സ് ഇല്ല, ചെറിയ പോൺസ് പോലും ഇല്ല. ശുദ്ധമായ വെള്ളം കിട്ടുന്നത് ഏറെ ബുദ്ധിമുട്ടേറിയ പണിയാണ്. മഴവെള്ളം കളക്ട് ചെയ്യാം, ചെറിയ ഉറവകൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തുള്ളിയായിട്ട് വരുന്ന വെള്ളം ശേഖരിച്ചു വെക്കാം. എന്തായാലും അങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ എഴുതിയിരുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ഇവിടുത്തെ ജീവിതം. ഏറെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റും. ഹെയ്ൻസ് ആണെങ്കിലും ഇവിടെ സുഖജീവിതം പ്രതീക്ഷിച്ച് വന്നതല്ല. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹത്തിനും ധാരണയുണ്ട്. ഇവരുടെ മകന്റെ അവസ്ഥയാണ് ഈ ഒരു ഐലൻഡിലേക്ക് വരാൻ ഇവരെ പ്രേരിപ്പിച്ചത്. സാനിറ്റോറിയത്തിൽ കൊടുക്കാനുള്ള പണമൊന്നുമില്ലല്ലോ.
അറിയാലോ, ഈ ഐലൻഡിൽ വന്ന് ജീവിച്ചാൽ ശുദ്ധവായു ശ്വസിച്ചെങ്കിലും അവൻ ഭേദമാവുന്നെങ്കിലാവട്ടെ എന്ന്. ഡോക്ടർ റിട്ടറിന്റെ വീട്ടിൽ ഇവർ കഴുതയൊക്കെ വളർത്തുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് ഇതത്ര താല്പര്യമില്ല. ഡോറ ഈ ജീവികളോട് കൂടുതൽ ഇഷ്ടം കാണിക്കുന്നതും അവരോട് നന്നായിട്ട് പെരുമാറുന്നതൊന്നും ആൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ്. മൃഗങ്ങളെ ഇങ്ങനെ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനൊന്നും ഒരു അർത്ഥമില്ലെന്ന് കരുതുന്ന ഒരാളാണ് അദ്ദേഹം. ആള് കുറച്ചധികം ഉയർന്ന ചിന്താഗതിക്കാരനാണ്, എല്ലാത്തിനെയും പ്രാക്ടിക്കലായിട്ട് മാത്രം കാണുന്ന ഒരാൾ. ഡെമോക്രസി ഫാസിസത്തിലേക്ക് നയിക്കും, പിന്നെ അതൊരു യുദ്ധമായി മാറും, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാലോചിച്ചാൽ ശരിയാണ്. എവിടെയാണ് ലോകത്തൊരു സ്റ്റേബിൾ ഡെമോക്രസി ഉള്ളത്? റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്, കൾച്ചർ, പാരമ്പര്യം, നമ്മുടെ ആളുകൾ ജീവിക്കേണ്ട മണ്ണ്, മറ്റ് ദേശക്കാരനെ എതിർക്കുന്ന രീതി, ഈ ഒരു ടിപ്പിക്കൽ ഹ്യൂമൻ മെന്റാലിറ്റി കാരണം എത്രയൊക്കെ ഡെമോക്രസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഫാസിസത്തിലേക്ക് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഫാസിസ്റ്റുകൾക്ക് അധികാരം കിട്ടിയാൽ പിന്നെ എന്താ അവസ്ഥയെന്ന് അറിയാലോ, ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തി അങ്ങനെ പോകും. ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഹെയ്ൻസ് ഇദ്ദേഹത്തോട് ഡോറയുടെ അസുഖം ഭേദമായോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നെർവ്സിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്, മൈലിൻ എന്ന് പറയും. ഈ മൈലിന്റെ ഡിസ്ട്രക്ഷൻ ആണ് സ്ക്ലെറോസിസിലേക്ക് നയിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ വൈറ്റ് ബ്ലഡ് സെൽസും ടി സെൽസും ഉണ്ടല്ലോ. ഈ സെൽസ് നമ്മുടെ ബോഡിയിലെ തന്നെ മൈലിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കും. ഓട്ടോ ഇമ്മ്യൂണിറ്റി കാരണം ഹെൽത്തി സെൽസ് ഏത്, ത്രെറ്റ്സ് ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നെർവ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മൈലിൻ ഒരു ത്രെറ്റ് ആണെന്ന് കരുതി WBCയും ടി സെൽസും മൈലിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കും. ഈ ഒരു പ്രത്യേക കണ്ടീഷൻ കാരണം അവൾ ഏറെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഹെയ്ൻസിന്റെ ചോദ്യത്തിന് അവളുടെ രോഗമൊക്കെ ഭേദമായിക്കോളും, അതൊക്കെ തന്റെ മാനുസ്ക്രിപ്റ്റിൽ താൻ എഴുതുമെന്നാണ് ഡോക്ടർ റിട്ടർ മറുപടി കൊടുക്കുന്നത്. സ്നേഹം കൂടിയിട്ടാന്നേ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ പ്രതീക്ഷിക്കാം. ദെൻ റിട്ടർ വരെ കൂട്ടിക്കൊണ്ടുപോയി ജീവിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അതൊരു ഗുഹയാണ്. അവിടെ ഈ ഗുഹയിൽ കിടന്നുറങ്ങാം. പിന്നെ അത്യാവശ്യം ചുറ്റുപാടൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ആരുമില്ലാത്ത ഐലൻഡ് അല്ലേ, ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, എങ്ങനെയാണ് ഇവരുടെ ജീവിതം പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞു. സ്ഥലം കണ്ടപ്പോൾ തന്നെ 3 പേർക്കും വല്ലാത്തൊരു മടുപ്പാണ്. ഒരുമാതിരി ഒരു കൈൻഡ് ഓഫ് സ്ഥലം എന്നേ. വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തുള്ളിയായിട്ട് വീണ് വരുന്ന വെള്ളമുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം. വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും. ഇവർ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് പോലും പ്രോപ്പറായിട്ട് സംരക്ഷിക്കാൻ സ്ഥലമില്ല, അടച്ചുറപ്പില്ലാത്ത സ്ഥലമല്ലേ. പകൽ സമയം പിന്നെയും കുഴപ്പമില്ല, രാത്രിയിലൊക്കെ ആണെങ്കിൽ വന്യജീവികൾ ഇറങ്ങും. നാട്ടുപട്ടി, കാട്ടുപട്ടി, പലതരത്തിലുള്ള പട്ടികൾ, പന്നികൾ, പശു, എരുമൈ, ആണെരുമൈ, പെമ്പിള എരുമൈ, കൂടാതെ ചെറിയ ഇഴജന്തുക്കൾ, പഴുതാര, പാറ്റ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇതിനേക്കാളും കുറച്ചുകൂടെ സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ഡോക്ടർ റിട്ടർക്ക് വേണമെങ്കിൽ ഇവർക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ പോട്ടെ, മൃഗങ്ങളുടെ ശല്യമില്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയ കാണിച്ചു കൊടുക്കായിരുന്നല്ലോ. പുള്ളി അതൊന്നും ചെയ്യാതെ ഇവരെ ഇവിടെ കൊണ്ടാക്കിയത് പ്ലാനാണ്. വിറ്റ്മർ ഫാമിലി ഇങ്ങോട്ട് വന്നത് റിട്ടർക്കും ഡോറയ്ക്കും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അധികം നാൾ അവരിവിടെ സർവൈവ് ചെയ്യരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കായിട്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് ആ ഗുഹയുടെ അവിടെ തന്നെ കൊണ്ടുവിട്ടത് ഇതുകൊണ്ടാണ്. രാത്രി സമയങ്ങളിൽ ഈച്ചകളുടെയൊക്കെ ശല്യം കാരണം നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. പകലാവട്ടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. ഇവർക്ക് ഇവിടെ ജീവിക്കാൻ, അടച്ചുറപ്പുള്ളൊരു വീടുണ്ടാക്കാനും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കളക്ട് ചെയ്യാനും അതേപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിസർവ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കുവാണ്. ചില്ലറ പണിയല്ല. ഇവർ 3 നാളും ഒരുപാട് നാൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു സെറ്റപ്പ് റെഡിയാക്കാൻ പറ്റുള്ളൂ. വെള്ളം ശേഖരിക്കാൻ ഒരു പോണ്ട് പോലെ റെഡിയാക്കി പാറയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ഇവർ മുള യൂസ് ചെയ്ത് അതിലേക്ക് ലീഡ് ചെയ്ത് വിടുന്നു. പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അങ്ങനെയും മുന്നോട്ട് പോകുന്ന പോക്കിലാണ് നമ്മുടെ മാർഗ്രേറ്റിന്റെ പീരീഡ്സ് ഒത്തിരി ലേറ്റായി പുള്ളിക്കാരി പ്രഗ്നന്റ് ആയി എന്നുള്ള കാര്യം ഇവനോട് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഹെയ്ൻസിന് സന്തോഷമാവുന്നുണ്ടെങ്കിലും അവൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് തന്നെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏറെ ബുദ്ധിമുട്ടിയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അതിനിടയിൽ ഒരു കുഞ്ഞും കൂടെ വന്നാൽ പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്താണ്, മറ്റൊന്നും ചെയ്യാനില്ല, അബോട്ട് ചെയ്ത് കളയാൻ പോലും പറ്റണമെന്നില്ല. ഹെയ്ൻസിന് കുഞ്ഞ് വേണമെന്നാണ്. ഏതായാലും ഒരുമിച്ച് മുന്നോട്ടെല്ലാം ഫേസ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. ഇതിനിടെ ഇവർ കൊണ്ടുവന്ന ഫുഡ്സ് എല്ലാം കാട്ടുപട്ടികൾ കയറി നശിപ്പിക്കുന്നുണ്ട്. അത് മുഴുവൻ കുളവാക്കി. ഇത്രയായിട്ടും ഇവർ കൃഷിസ്ഥലം പോലും റെഡിയാക്കിയിട്ടില്ല. പ്രോപ്പറായിട്ട് ഒന്നും ആയിട്ടില്ല. ഫുഡിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഉണ്ടായിരുന്ന മെജോറിറ്റി ഫുഡും നായകൾ നശിപ്പിച്ചല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടായ വലിയ പ്രശ്നമല്ലേ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഇവരുടെ ഫുഡ് സൂക്ഷിക്കാൻ ഡോക്ടർ റിട്ടറിന്റെ സഹായം ചോദിച്ചു ചെല്ലുന്നുണ്ട്. മാർഗ്രേറ്റ് ഇവരുടെ അവസ്ഥയൊക്കെ പറഞ്ഞ് അവരോട് സഹായിക്കണം, കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊരുമാതിരി കളിയാക്കുകയാണ് ചെയ്തത്. മാർഗ്രേറ്റിനെ കളിയാക്കി വിട്ടിട്ട് ഇവർ കളിക്കും. അപ്പുറത്തുള്ള ഒരു മനുഷ്യരാണെന്ന് ചിന്തിക്കുന്നു പോലുമില്ല. ഒരു തരത്തിലും സഹായിക്കാൻ തയ്യാറാവുന്നില്ല. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ. അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റരുത്. വിറ്റ്മർ ഫാമിലി ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ ഒന്നുകിൽ മരിച്ചു പോകണം, അല്ലെങ്കിൽ ഈ ഐലൻഡിൽ നിന്ന് തിരിച്ചു പോകണം. ഡോക്ടർ റിട്ടർ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്കായിരിക്കണം പ്രാധാന്യം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഈവൻ ഇങ്ങനെ ഇന്റിമേറ്റ് മൊമെന്റിൽ പോലും ഇങ്ങേര് പറയുന്ന പോലെ തന്നെ അവൾ ചെയ്തു കൊടുക്കണം. അതിനവളെ ഫോഴ്സ് ചെയ്യും. ഒരു ടോക്സിക് ഇന്റലക്ച്വൽ മെന്റാലിറ്റിയാണ് അങ്ങേർക്ക്. ഒരു തരത്തിലുള്ള പ്രാധാന്യവും ഡോറയ്ക്ക് കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. കല്യാണം കഴിക്കാതെ തന്നെ ഇങ്ങനെ. അപ്പം മാരീഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ ഒപ്പിച്ചേനെയും. ഡോറയുടെ ഒരു പല്ല് ഇൻഫെക്റ്റഡ് ആണ്. പല തവണ റിട്ടർ അത് പറിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ കേൾക്കുന്നില്ല. അവൾക്ക് പേടിയാണ്. ഇപ്പോൾ അവളെ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുത്തി പറിച്ചു കളയാന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വരുമ്പോഴാണ് പുറത്ത് ശബ്ദം കേൾക്കുന്നത്. അതെന്താ സംഭവം ചെന്ന് നോക്കിയപ്പോൾ മറ്റാരൊക്കെയോ ഈ ഐലൻഡിലേക്ക് വരുന്നു. കൂടുതൽ ആളുകൾ ഇങ്ങനെ ഐലൻഡിലേക്ക് വരുന്നത് ഡോക്ടർ റിട്ടർ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരു കുടുംബത്തെ ഇവിടുന്ന് എങ്ങനെയും ഓടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അടുത്ത ആളുകൾ വരുന്നത്. പുതിയതായിട്ട് വരുന്നത് ഒരു ഓൺട്രപ്രണർ ആണെന്ന് പറയാം. ഇവളുടെ പേര് എലോയിസ് ബോസ്കറ്റ് ഡേ വാഗ്നർ വെർഹോൺ. ഇത്തിരി ലോങ് നെയിമാണ്. നമുക്ക് എലോയിസ് എന്നോ ദ ബാരനസ് എന്നോ ഒക്കെ വിളിക്കാം. പുള്ളിക്കാരിയെ തന്നെ വിളിക്കുന്നത് ദ ബാരനസ് എന്നാണ്. ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേറ്റീവ് സെഡക്റ്റീവ് ക്യാരക്ടർ ആണെന്ന് പറയാം. പുള്ളിക്കാരിയുടെ വരവോടെയാണ് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ പോകുന്നത്. ഫ്ലോറിയാന ഐലൻഡിൽ 1
ലക്ഷറിയസ് ഹോട്ടൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പുള്ളിക്കാരി വരുന്നത്. അതും പുള്ളിക്കാരിയുടെ 2 കാമുകന്മാരുടെയും ഒരു സെർവന്റിന്റെയും കൂടെ. ഇവളുടെ കാമുകന്മാരുടെ പേരാണ് റൂഡിയും റോബർട്ടും, സെർവന്റും മാനുവൽ. ഒരു തരത്തിൽ ഇവരെല്ലാം ഇവളുടെ കൺട്രോളാണെന്ന് പറയേണ്ടി വരും. വരവ് കണ്ടാൽ തന്നെ അറിയില്ലേ, അത്രമാത്രം ഇവന്മാരെയൊക്കെ സെഡ്യൂസ് ചെയ്ത് കൂടെ നിർത്തിയിരിക്കുകയാണ്. ബാരനസ് പറഞ്ഞാൽ അവരെന്തും ചെയ്യും. 4 ആളും നേരെ റിട്ടറിന്റെ വീട്ടിലേക്ക്. ബാരനസിനെ കഴുതപ്പുറത്തൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടുചെല്ലുന്നത്. അവൾക്കിരിക്കാൻ പ്രത്യേക കസേരയൊക്കെ ഇവർ കരുതിയിരുന്നേ. എന്തോ അധികാരത്തോടെ അതിലിരുന്ന് ബാരനസ് എന്ന് ചേർത്ത് പുള്ളിക്കാരുടെ ഫുൾ നെയിം പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടും. ഡോറയും ഇവളെ റെസ്പെക്ട് ചെയ്യുമെന്ന് കരുതി ഇവളുടെ കയ്യിൽ വന്ന് കിസ് ചെയ്യുമെന്ന് കരുതി നീട്ടിയതാണ്. പുള്ളിക്കാരി പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മണ്ണ് പുരണ്ട കൈ കൊണ്ട് ജസ്റ്റ് ഇവളുടെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്യും. ദെൻ റിട്ടർ തുണി ഉടുക്കാതെ ഇറങ്ങി വരും, ഇവളെ അപമാനിക്കാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ. എന്നാൽ എലോയ്സ് ഇതൊന്നും വലിയ കാര്യമാക്കാതെ ഡോക്ടർ റിട്ടറിനെ പറ്റി കുറേ പൊക്കി പറയുന്നുണ്ട്. ഞാൻ ഇവിടൊക്കെ പോയാലും നിങ്ങളെപ്പറ്റി ആളുകൾക്ക് പറയാനുള്ളൂ. ഫിലോസഫേഴ്സ്, പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ്സ്, എന്തിനേറെ ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ വന്നിരിക്കുന്നവർക്ക് പോലും നിങ്ങളെ പറ്റിയേ പറയാനുള്ളൂ. ഇൻഫെക്ഷൻ കാരണം സ്വന്തം പല്ലുകൾ പോലും പിഴുതെടുത്ത് നിങ്ങൾക്ക് എന്തോരം ഫോളോവേഴ്സ് ഉണ്ടെന്നറിയോ. റിട്ടർക്കും ഡോറയ്ക്കും ഇവളെ ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് ഇവൾക്ക് താമസിക്കാൻ നല്ല സ്ഥലം കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ്, നല്ല വെള്ളമുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ വിറ്റ്മർ ഫാമിലി കഷ്ടപ്പെട്ടുണ്ടാക്കി അവരുടെ കുടിവെള്ളം ശേഖരിച്ചു വെക്കുന്ന അവരുടെ പോണ്ടില്ലേ, അത് കാണിച്ചു കൊടുത്തു. എലോയ്സും റൂഡിഗറും ആ വെള്ളത്തിലിറങ്ങി അത് മൊത്തം ഇങ്ങനെ കുളമാക്കുന്നത് കണ്ട് നമ്മുടെ മാർഗ്രറ്റ് അങ്ങോട്ട് ഓടിച്ചെന്നു. ഹലോ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഉടനെ റൂഡി ചാടി കയറി മാർഗ്രറ്റിന് നേരെ അവളെ അടിക്കാൻ ചെല്ലുന്നു. ഹെയ്ൻസും ഓടി വന്നു. എലോയ്സ് റൂഡിയെ സമാധാനിപ്പിച്ച്, ഇല്ലില്ല പ്രശ്നമൊന്നുമില്ല, എന്റെ പേര് ബാരണസ് എലോയ്സ് എന്ന് ചേർത്ത് പുള്ളിക്കാരുടെ ഫുൾ നെയിം പറഞ്ഞിട്ട് അവളുടെ കൈ ഇങ്ങനെ ഇവർക്ക് നേരെ നീട്ടി. ഇവളെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാവണം ഹെയ്ൻസ് അവളുടെ കയ്യിൽ കിസ് ചെയ്യുന്നൊക്കെയുണ്ട്. ഇവിടെ ഒരു ലക്ഷറി ഹോട്ടൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ പ്ലാൻ. റൂഡി തന്റെ എഞ്ചിനീയർ ആണ്, റോബർട്ട് തന്റെ ബോഡി ഗാർഡ് ആണെന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് ഹോട്ടലിന്റെ പണിയൊക്കെ തീരുന്നവരെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം, റിസോഴ്സസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാമെന്നും പറഞ്ഞ് നമ്മുടെ ഹെയ്ൻസിനും അതേപോലെ ഡോക്ടർ റിട്ടറിനും ഒക്കെ വന്നിട്ടുള്ള കത്തുകൾ ഈ പുള്ളിക്കാരി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ അല്ലേ ലെറ്റേഴ്സ് വരൂ. ഒന്നുകിൽ ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ അടുത്ത് കൊടുത്തുവിടും, അല്ലെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുന്ന കപ്പലുകളിൽ കൊടുത്തുവിടും. റിട്ടർ പുറം ലോകത്തെ അറിയിക്കാൻ എഴുതുന്ന കത്തുകളാണെങ്കിലും ഇതുപോലെ ഇതുവഴി പാസ് ചെയ്യുന്ന കപ്പലുകൾ, ബോട്ടുകൾ ത്രൂ ഒക്കെയാണ് കൊടുത്തുവിടുക. ഹെയ്ൻസ് കത്തുകളുമായിട്ട് ഡോക്ടർ റിട്ടറിന് അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ റിട്ടർ ഹെയ്ൻസിനോട് ദേഷ്യപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന് വന്ന കത്തുകളൊക്കെ ഓൾറെഡി ഓപ്പൺഡ് ആയിരുന്നു, ഇവനാണ് തുറന്നതെന്ന് കരുതിയാണ് ദേഷ്യപ്പെടുന്നത്. എന്നാൽ ശരിക്കും അത് എലോയ്സ് ആണ് ചെയ്തത്. എലോയ്സ് ഇതിനു മുമ്പ് ഡോക്ടർ റിട്ടറെ മീറ്റ് ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കത്തുകൾ ഡയറക്റ്റ്ലി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം തുറന്ന കത്തുകൾ ഹെയ്ൻസിന്റെ കയ്യിൽ കൊടുത്ത് ഡോക്ടർ റിട്ടറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞതിലൂടെ ഹെയ്ൻസ് ഡോക്ടർ റിട്ടറിന്റെ കത്തുകൾ തുറന്ന് വായിച്ചു എന്ന് വരും. അതോടെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുമല്ലോ. അവൾ തങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുവാണെന്ന് മനസ്സിലാക്കി ഹെയ്ൻസ് ഇക്കാര്യം അവളോട് ചോദിക്കാൻ ചെല്ലുന്നുണ്ട്. അവിടെ ആവട്ടെ വന്നിട്ട് വളരെ കുറച്ചായുള്ളെങ്കിലും പുള്ളിക്കാരി ഒരു വൈൽഡ് ഡോഗിനെയൊക്കെ പെറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്രയും നാൾ ഇവിടെ ജീവിച്ച നമ്മുടെ ഹെയ്ൻസിനോ ഡോക്ടർ റിട്ടർക്കോ പോലും ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഒരു വൈൽഡ് ഡോഗിനെ മനുഷ്യനുമായിട്ട് അടുക്കാൻ വിമുഖത കാണിക്കുന്ന ഒന്നിനെ പുള്ളിക്കാരി എങ്ങനെയോ കൺട്രോളിലാക്കി അവളുടെ പെറ്റാക്കി. ഡോഗിന്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്, അവിടെ മരുന്നൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ട് ഡോക്ടർ റിട്ടറിന്റെ കത്തുകൾ തുറന്നിട്ട് ഇവന്റെയിൽ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ, എടോ ഉത്താനി പറഞ്ഞ റിട്ടർ അത്ര നല്ലവനൊന്നുമല്ല, ഞങ്ങൾക്ക് വെള്ളമുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ വെള്ളം എന്തിനാ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ? അയാൾക്കും വെള്ളം ശേഖരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാണിക്കാതെ നിങ്ങൾ ജീവിക്കുന്നിടത്തേക്ക് ഞങ്ങളെ ഉന്തിത്തള്ളി വിട്ടത് നിങ്ങളും ഞാനും തമ്മിൽ അടിയുണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ 2 കൂട്ടർ ഇവിടെ വന്നത് പുള്ളിക്ക് അത്ര പിടിച്ചിട്ടില്ല, നമ്മളെ ഇവിടുന്ന് എങ്ങനെയും ഒഴിവാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ. ദെൻ ഒരു ദിവസം നമ്മുടെ എലോയ്സ് ഡോക്ടർ റിട്ടറൊക്കെ ജീവിക്കുന്ന അതുവഴി ഇങ്ങനെ പോകുമ്പോൾ പുള്ളിക്കാരി ഡോക്ടറെ വിളിച്ചു. ഹലോ ഡോക്ടർ. ഡോക്ടർ അത് വിളിച്ച കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരി പന്നി എന്ന് പറയുന്നുണ്ട്. റിട്ടർക്ക് ദേഷ്യം വരാതിരിക്കൂ. നീ എന്താടി പറഞ്ഞത്? പന്നിന്ന്. നിങ്ങളെന്താ കേട്ടില്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയടി, എന്റെ മുഖത്ത് നോക്കി ഒന്നുകൂടെ പറയടി. നീ എന്ത് പറഞ്ഞടി എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് എലോയ്സ് ഇങ്ങേറെ സ്ഥലത്ത്, ഇങ്ങേറെ കൃഷി സ്ഥലത്ത് കയറിയ പന്നിയെ കാണിച്ചു കൊടുക്കുന്നത്. പുള്ളിക്കാരൻ ഒരു വിധത്തിൽ ആ പന്നിയെ പേടിപ്പിച്ച് ചാടിച്ചവിടുന്ന് പുറത്താക്കി. ഇതേ സമയം നമ്മുടെ ഹെയ്ൻസ് ഒരു പശുവിനെ, ഒരു കാട്ടു പശുവിനെ ഓടിച്ചു കൊണ്ടുവന്ന് അവരെ താമസിക്കുന്ന സ്ഥലത്തിനടുത്തായിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. പശുവിനെ ലോക്ക് ചെയ്യാൻ പറ്റിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പാലിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല, പാല് കിട്ടുമല്ലോ. മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു, സ്പ്രിംഗ് സീസണായി. ദേ നമ്മുടെ ഹൈൻസിന്റെ വീട് പണി ഇവിടെ വരെയായി. ഇവർ ഈ ഐലൻഡിൽ സർവൈവ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് ഇവർ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടെ വരെ എത്തി. ഇവരിങ്ങോട്ട് വന്നത് തന്നെ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നല്ലോ. പ്ലാൻ ബി ഒന്നുമില്ല, ഒരൊറ്റ മാർഗം മാത്രം, ഒരൊറ്റ ലക്ഷ്യം മാത്രം, മുന്നോട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇവിടെ വരെ എത്തി. ഏതാണ്ട് ഈ ഒരു ടൈമിലാണ് എലോയ്സും അവളുടെ കൂടെയുള്ളവരും ഇവർ താമസിക്കുന്നതിന് അല്ലെങ്കിൽ ഇവർ ഈ വീടൊക്കെ പണിയുന്നതിന് അടുത്തായിട്ട് തന്നെ വന്ന് തമ്പടിക്കുന്നത്. അവളുടെ ഹോട്ടൽ പണി തീരുന്നവർ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാവുന്നതാണ് തീരുമാനം. ഇവരിപ്പോൾ ആക്ച്വൽ നെയ്ബേഴ്സ് ആയല്ലോ. മാർഗരറ്റ് എന്താ ഇവളുടെ ഉദ്ദേശം, എന്താണ് കാര്യം എന്നൊക്കെ അറിയാനായിട്ട് എലോയ്സിന്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോൾ പുള്ളിക്കാരി ആവട്ടെ, അല്ല ഞാൻ നിന്നോട്ടൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ആ കിളവനെ കല്യാണം കഴിച്ചേ? നീ വളരെ യങ് ആണ്, സുന്ദരിയാണ്, ഇത്രയും പ്രായ വ്യത്യാസമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് 2 ഉദ്ദേശമാണ്. ഒന്ന് അയാളുടെ പണം, അല്ലെങ്കിൽ അയാളുടെ പവർ. എന്തേ നിന്റെ കെട്ടിയവൻ അങ്ങനെ നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? ഒരുമാതിരി മറുപടിയല്ലേ. ജസ്റ്റ് അവൻ ചോദിച്ചു, ഇവൾ ഓക്കെ പറഞ്ഞു എന്ന്. മാർഗരറ്റ് പ്രഗ്നന്റ് ആണെന്ന് കൂടി അറിഞ്ഞതോടെ എലോയ്സിന് അങ്ങ് സന്തോഷമായി. ഈ ഐലൻഡിലെ ഫസ്റ്റ് ബേബി, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ സമയത്ത് മാർഗരറ്റിന് ആകെ ആവശ്യം കുറച്ച് സമാധാനമാണ്. ഇവരിവിടെ അടുത്ത് തന്നെ വന്ന് സ്റ്റേ ചെയ്യുന്നതോടെ സമാധാനം പോയി കിട്ടിയെന്ന് പറയാലോ. ഡെയിലി നൈറ്റ് പാട്ടും ബഹളവും പിന്നെ അവർ സെക്സ് ചെയ്യുന്നതിന്റെ സൗണ്ട് ഇവിടെ വരെ കേൾക്കാം. ആകെ മൊത്തത്തിൽ വെറുപ്പിലാവുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. ഇപ്പൊ ഡോക്ടർ റിട്ടർക്ക് അദ്ദേഹം എഴുതുന്ന ലെറ്റേഴ്സിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മുമ്പൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പല കാര്യങ്ങളെ ഫിലോസഫിക്കൽ POV
രീതിയിൽ അദ്ദേഹം അടിപൊളിയായിട്ട് എഴുതുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. അന്ന് പന്നി കയറി ഇവരുടെ കൃഷിസ്ഥലമൊക്കെ നശിപ്പിച്ചു. ഫുഡിന് ഷോർട്ടേജ് ഉണ്ട്, ആകെ ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെയായപ്പോൾ ഇവർ വളർത്തിയിരുന്ന കുറച്ച് കോഴിയുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇദ്ദേഹം വിറ്റ്മേഴ്സിന്റെ അടുത്ത് ചെല്ലുവാണ്. റിട്ടർ അങ്ങ് ഞെട്ടിപ്പോയി. ഇവരിവിടെ സർവൈവ് ചെയ്യത്തില്ലെന്ന് വിചാരിച്ചാണ്, പക്ഷേ അവരിവിടെ വീടും കെട്ടി കൃഷിസ്ഥലവും റെഡിയാക്കി മൊത്തത്തിൽ ഒരു അടിപൊളി സെറ്റപ്പ് ആക്കി. ഇതേ സമയം നമ്മുടെ ഹെയ്ൻസ് ഒരു പശുവിനെ വേട്ടയാടി കൊന്ന് അതിന്റെ ശരീരം വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുക. ആ പശുവിന്റെ തലയ്ക്ക് പകരമായിട്ട് ഇദ്ദേഹം കൊണ്ടുവന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരും ഓക്കെ ശരി അങ്ങനെ ആവട്ടെ എന്ന് സമ്മതിച്ചു. ആൻഡ് മാർഗരറ്റിന്റെ പ്രസവമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പോൾ എന്തായാലും ഒരു ഡോക്ടറുടെ സഹായം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇദ്ദേഹത്തോടൊന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് കുറെ ഫിലോസഫിയും, എന്താണ് ജീവിതത്തിന്റെ പർപ്പസ്, എന്തിനാണ് നിങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ടത്, എന്താണ് ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കുടുംബമായിട്ട് മുന്നോട്ട് ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്നൊന്നും മാർഗരറ്റിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരി എടുത്ത വായില് ലോകം അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു. ഓ, ലോകം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളും അങ്ങനെ ആകാൻ തീരുമാനിച്ചല്ലേ? ഈ ഐലൻഡിൽ വന്ന് താമസിച്ചിട്ടും ആ ലോകം വിട്ട് വരാറായില്ലേ? ഇതുവരെയും റിയൽ വേൾഡ് എന്താണ് ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കാരനോട് ഉദ്ദേശിക്കുന്നത് ഏതോ കാലത്ത് ആരൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സൊസൈറ്റി, അതൊക്കെ അനുസരിച്ച് വരും തലമുറകൾ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും കാണാമല്ലോ, മറ്റൊരാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു പോകുന്നവരെ പോലും ഒരു കാര്യമില്ലാതെ കയറി ഹറാസ് ചെയ്യുന്ന കുറേ അവന്മാരെ, ഇവിടെ ഇങ്ങനെ മതി, ഇങ്ങനെ മാത്രം മതി, ഇങ്ങനെയുള്ളവർ മാത്രം മതി എന്ന് മറ്റൊരാളുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയാം, മറ്റൊരാളുടെ ജീവിതത്തിൽ അനാവശ്യമായി കടന്നു കയറി പറയുന്ന ഒരുപാട് പേരെ കാണാം. ആ ഒരു കൈൻഡ് ഓഫ് കൺട്രോളിനുള്ളിൽ ജീവിക്കാൻ, ആ ഒരു സൊസൈറ്റിക്കുള്ളിൽ ജീവിക്കാൻ ഡോക്ടർ റിട്ടറിന് പറ്റില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലോകം കുറച്ചുകൂടെ വലുതാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാർഗരറ്റ് ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള ആ ഒരു ലോകത്ത് ജീവിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല, ആ ലോകത്തെ ഒരു ഡോക്ടറും അല്ല താനെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെയും ഫിലോസഫി പറയുമ്പോൾ ഹെയ്ൻസ് പശുവിന്റെ തല എടുത്തുകൊണ്ടൊന്ന് ഇദ്ദേഹത്തിന് കൊടുക്കും. ഇതും കൊണ്ട് പൊക്കോ, കൂടുതൽ ചിലപ്പൊന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞു ഈ ലോകമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇതെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വെക്കുമല്ലോ. ഇവിടെ ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിച്ച് പശുവിന്റെ തലയും കൊണ്ട് പോകുന്ന ഇങ്ങേരെ ഇത്രയും നാൾ വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അവരുടെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ പന്നി നശിപ്പിച്ചെങ്കിലും ഫ്രൂട്ട്സും മറ്റു സാധനങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോഴും മരത്തിൽ ഫ്രൂട്ട്സ് ഉണ്ട്, അത് വേണമെങ്കിൽ കഴിക്കാമെന്നൊക്കെ ഡോറ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്നും വലിയ കാര്യമാകുന്നില്ല. പട്ടിണി കിടന്ന് ചാവുണ്ടെങ്കിൽ ഫിലോസഫിയും പറഞ്ഞുകൊണ്ടിരിക്കാതെ വേണേ വന്ന് കഴിക്കാൻ. ഇവിടെ നമ്മുടെ റൂഡി അവർ ജീവിക്കുന്നതിന് ചുറ്റുപാട് ഒരുപാടിടങ്ങളിൽ കുഴിച്ചു നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു പ്രോപ്പർ സോഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എവിടെയൊക്കെ മാറി മാറി കുഴിച്ചു നോക്കിയിട്ടും ചെന്ന് പാറയെ തട്ടുവാണ്. അതും വളരെ കുറച്ച് കുഴിക്കുമ്പോൾ തന്നെ. ഇവർ ഇങ്ങോട്ട് വന്നപ്പോൾ അത്യാവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു. എന്നാൽ ഒരുപാട് നാൾ ആ ഫുഡ് വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വെള്ളവും അത്യാവശ്യമാണല്ലോ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഫുഡൊക്കെ തീർന്നിരിക്കുകയാണ് എന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഇതൊന്നും ചിന്തിക്കാതെ, ഇതൊന്നും ആലോചിക്കാതെ എലോയ്സ് ഇപ്പോഴും റോബർട്ടിന്റെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയിലാണ്. ഇവരുടെ ഈ ശബ്ദം മാർഗരറ്റിന്റെ ഒക്കെ വീട് വരെയും കേൾക്കാം. അവരുടെ പയ്യൻ ഹാരി ഇതൊക്കെ കേൾക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെക്കനോട് വിറക് വറക്കാൻ പോകുന്നു പറഞ്ഞ് അവനെ കാട്ടിലോട്ട് പറഞ്ഞു വിട്ടു. ഇവിടെ ആവട്ടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റോബർട്ടും എലോയ്സും പുറത്ത് വന്നപ്പോൾ ഇന്നുപോലെ ഫുഡൊക്കെ തീർന്നു. സാഹചര്യം വളരെ മോശമാണെന്ന് റൂഡി പറയുന്നുണ്ടെങ്കിലും എലോയ്സ് അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. റൂഡി വിട്ടില്ല, അവൻ എലോയ്സിനോട് തിരിച്ച് ദേഷ്യപ്പെട്ടു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ കാരണം ഇവളാണ്, ഇവളുടെ മോശം പ്ലാനിങ് ആണ് കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമായി. അവിടെ നിന്ന് ഒറ്റ ഓട്ടം കാട്ടിലോട്ട് ഓടി കയറിപ്പോയി അവിടെ തട്ടിയടിച്ച് വീഴുന്നൊക്കെയുണ്ട്. അത് കണ്ട് വിറക് പറക്കാൻ പോയ ഹാരി ഇവളുടെ അടുത്ത് വന്നു. നിങ്ങൾ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു പറ്റി? എന്തിനാ കരയുന്നേ? നിങ്ങളൊരു ബാരോണസ് അല്ലേ, നിങ്ങളിങ്ങനെ കരയാൻ പാടുണ്ടോ? എലോയ്സ് ഒരുമാതിരി അങ്ങ് സങ്കടപ്പെട്ട് കണ്ണീരൊക്കെ ആയിട്ട്, റെസ്പെക്റ്റ് ഒന്നും ഇല്ലാതെ പവർ ഇല്ല മോനെ. നമ്മളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സ്വയം റെസ്പെക്ട് ചെയ്യണം. നിനക്ക് നിന്നിൽ വിശ്വാസമുണ്ടോ? നീ നിന്നെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഹാരി ഇങ്ങനെയൊന്നും അല്ലല്ലോ. അവനിതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അവനൊരുമാതിരി എനിക്ക് അങ്ങനെയൊക്കെ ആവാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ എലോയ്സ് അവിടെ നിന്ന് എണീറ്റ് മുകളിലേക്ക് ഓടിയിട്ട് ഹാരിയോടും പുറകെ ചെല്ലാൻ പറയാണ്. അല്ല ഇതെങ്ങോട്ടാ പോകുന്നേ? എനിക്ക് ഓടാൻ പറ്റത്തില്ല. അവൾ വീണ്ടും ഹാരിയുടെ അടുത്ത് വന്ന് അവനെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്തു. I am the embodiment of perfection. യെസ്, അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറ, എന്നിട്ട് എൻ്റെ കൂടെ ഓടിവാ. ചെക്കനും വയ്യാതിരിക്കുവാണെങ്കിലും ഇവൾ പറയുന്നതൊക്കെ കേട്ട് മോട്ടിവേറ്റഡ് ആയി അവളുടെ പിന്നാലെ ഓടിച്ചെന്നു. അത്രയും ഓടി മുകളിലെത്തിയപ്പോൾ അവന് നല്ല രീതിയിൽ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒന്ന് ആക്റ്റീവായ പോലെ. ദാറ്റ്സ് ഇറ്റ്, ഇത്രേ ഉള്ളൂ. നമ്മൾ വേണം നമ്മളെ ആദ്യം വിശ്വസിക്കാൻ. ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നതിന് മറ്റുള്ളവരും വില കൊടുക്കൂ, മറ്റുള്ളവരും നമ്മളെ റെസ്പെക്ട് ചെയ്യുള്ളൂ. ചെക്കൻ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. എലോയ്സ് ചോദിക്കുന്നതിനൊക്കെ മണി പോലും ഉത്തരം പറയുന്നുണ്ട്. എന്തിനേറെ ഇവരുടെ വീട്ടിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് പോലും അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എലോയ്സിന്റെ ഒക്കെ ഫുഡ് തീർന്നിരിക്കുമല്ലേ, ചാൻസ് കിട്ടിയാൽ ഇവിടുന്ന് കക്കാവുന്നായി അവള്. നല്ലൊരു അവസരം നോക്കി കാത്തിരുന്നു. ഒരു ദിവസം നമ്മുടെ ഹെയ്ൻസും ഹാരിയും വേട്ടയ്ക്ക് പോയി. മാർഗരറ്റ് വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവസരം നോക്കിയിരുന്ന റോബർട്ടും മാനുവലും ഇവരുടെ വീട്ടിൽ കക്കാൻ കയറിയെന്നേ. അതേസമയം തന്നെ മാർഗരറ്റിന് പെയിൻ എടുത്തു. കുഞ്ഞു പുറത്തു വരാറായി. ഇപ്പൊ ഇവളെ ഒന്ന് സഹായിക്കാൻ പോലും ഇവിടെ ആരുമില്ലല്ലോ. ഹസ്ബൻഡ് ഹെയ്ൻസ് ആണെങ്കിലും മകൻ ഹാരി ആണെങ്കിലും വേട്ടയ്ക്ക് പോയി. ഇവർക്കൊരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗ് പോലും വേട്ടയ്ക്ക് പോയ അച്ഛന്റെയും മകന്റെയും കൂടെ പോയേക്കുക. ഭക്ഷണം മോഷ്ടിക്കാൻ വന്ന അവന്മാര് മാർഗരറ്റിന്റെ അവസ്ഥയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇവളെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. മാർഗരറ്റ് ആവട്ടെ എന്തോ ഒരു ശബ്ദം
ശബ്ദം കേട്ടിട്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഹെയിൻസ് തിരിച്ചു വന്നതാണെന്ന് കരുതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഗ്യാപ്പിൽ ഇവന്മാർ മോഷ്ടിച്ച ഭക്ഷണമൊക്കെ ആയിട്ട് തിരിച്ചുപോയി. ഭക്ഷണമൊക്കെ എലോയിസിനെ കാണിച്ചു. ഏതാണ്ട് ആഴ്ചകൾ പിടിച്ചു നിൽക്കാനുള്ള ഭക്ഷണം മാത്രമേ ഇവന്മാർ മോഷ്ടിച്ചുള്ളൂ. ഇപ്പോൾ പോലും മാർഗ്രറ്റ് വളരെ ബുദ്ധിമുട്ടിലാണ്. അവളെ സഹായിക്കാൻ ആരുമില്ലാന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഭക്ഷണത്തെ പറ്റിയാണ് എലോയിസ് സംസാരിക്കുന്നത്. ഇവളുടെ സെർവന്റ് മാനുവൽ പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അവളെ പോയി സഹായിക്കാം, അവൾ ആകെ ബുദ്ധിമുട്ടിലാണെന്ന്. എലോയിസ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇവിടെ വന്ന് എന്നെ സെർവ് ചെയ്യാനാ, അല്ലാതെ അവളെ സെർവ് ചെയ്യാനല്ല, ആരും ഇവിടുന്ന് പോകണ്ടെന്നാണ് അവളുടെ ഓർഡർ. പാവം മാർഗ്രറ്റ് അവിടെ എങ്ങ് പെട്ടുപോയെന്നേ. ഒന്നാമതേ ഭയങ്കരമായിട്ടുള്ള പെയിൻ, സഹായിക്കാൻ ആരുമില്ല. അതിന്റെ കൂടെ കുറെ കാട്ടു പട്ടികൾ അവളെ ചുറ്റി വളഞ്ഞു. ബ്ലഡ് വരുന്നു, വാട്ടർ വരുന്നു. ഇതൊക്കെ കാരണം പട്ടികൾ ഇവൾക്ക് ചുറ്റും കൂടി. ആ ഒരു സ്മെല്ല് കാരണം ഇവളെ വിട്ടു പോകുന്നില്ല. ഇവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പുള്ളിക്കാരി ഒരു സ്റ്റിക്ക് എടുത്ത് പട്ടികൾക്ക് നേരെ ഇങ്ങനെ കാണിച്ച് അവരെ അടുക്കാൻ സമ്മതിക്കാതെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള പെയിൻ സഹിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്. കുഞ്ഞ് പുറത്തു വന്നതും പട്ടികൾക്ക് ആവേശം കൂടി. കുഞ്ഞിനെ തിന്നാനായി ശ്രമം. മാർഗ്രറ്റ് അവളാൽ പറ്റും വിധം കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര നേരത്തേക്കെന്നറിയില്ല, അവൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അവളെ കൊണ്ട് എത്ര നേരം ഇങ്ങനെ കോൺഷ്യസ് ആയി നിൽക്കാൻ പറ്റും? എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും വേട്ടയ്ക്ക് പോയ ഹെയിൻസ് തിരികെ വന്നു. പട്ടികളെല്ലാം ഓടിച്ചു വിട്ടു. ഓടിച്ചെന്ന് സന്തോഷത്തോടെ കുഞ്ഞിനെ എടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞ് അനങ്ങുന്നില്ല. അവൻ ആകെ അങ്ങ് പേടിച്ചെന്നി. ഒരു തരത്തിലും കുഞ്ഞ് അനങ്ങുന്നില്ല, യാതൊരു റെസ്പോൺസും ഇല്ല. ഒരുപാടങ്ങ് സങ്കടപ്പെട്ട് കണ്ണ് നിറഞ്ഞു തുടങ്ങിയപ്പോൾ ദേ കുഞ്ഞ് കരഞ്ഞു. ഭാഗ്യമുണ്ട്. ഇവൻ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ച് ചലനമില്ലാത്ത കുഞ്ഞിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മാർഗ്രറ്റ് ഒരുമാതിരി അൺകോൺഷ്യസ് ആയി പോകുന്നുണ്ട്. കുഞ്ഞു മരിച്ചെങ്കിൽ മരിച്ചു, അവളെ നോക്ക്, അവളെ ശ്രദ്ധിക്കുക എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന പോയിന്റ് കുഞ്ഞ് കരയും. ഏതായാലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റി. എന്നാൽ മാർഗ്രറ്റിന്റെ അവസ്ഥ കുറച്ചധികം ബുദ്ധിമുട്ടിലാണ്. അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഹെയിൻസിന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇവരെ സഹായിക്കാൻ ഇവിടെ ഒരാളേ ഉള്ളൂ, ഡോക്ടർ റിട്ടർ. ഹെയിൻസ് ഓടി ഡോക്ടറിന്റെ അടുത്ത് നിന്ന് കാര്യം അറിയിച്ചു. ആദ്യം പുള്ളിക്കാരൻ വലിയ താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചെങ്കിലും ഡോറ റിട്ടറിനോട് ഇവരെ സഹായിക്കാൻ പറഞ്ഞു. തുടർന്ന് ഡോക്ടറും ഇവരുടെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ നമ്മുടെ മാർഗ്രറ്റിന്റെ പ്ലസന്റ് ഇപ്പോഴും അവളുടെ യൂട്രസിൽ സ്റ്റക്ക് ആയിരിക്കുക. ഡോക്ടർ അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം ഇതൊക്കെ മാനുവൽ പുറത്തു ഒന്ന് നോക്കി കാണുന്നുണ്ട്. എലോയിസ് വിട്ടതാണേ അവനെ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ. ഇന്ന പോലെയൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഡോക്ടർ അവരെ സഹായിക്കാൻ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എലോയിസിനോട് പറഞ്ഞപ്പോൾ എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? നിനക്ക് അവരെ ഹേർട്ട് ചെയ്തുകൂടായിരുന്നോ? വാട്ട്, നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാനെന്തിനാ അവരെ ഹേർട്ട് ചെയ്യണം? ഞാനിവിടെ ആരെയും ഹേർട്ട് ചെയ്യാനല്ല വന്നത്, ഹോട്ടൽ ബിൽഡ് ചെയ്യാനാ. എലോയിസിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. പുള്ളിക്കാരി ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുവാണ്. ഡോക്ടറും ഹെയിൻസും ഒക്കെ അടുക്കുന്നത് പുള്ളിക്കാരി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവളുടെ ഈ തോന്നിവാസം സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ മാനുവലിനെ അവൾ ഫയർ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. അടുത്ത ബോട്ട് വല്ലതും വരുമ്പോൾ ഈ ഐലൻഡിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളാൻ. പിന്നീട് നമ്മൾ കാണുന്നത് മാർഗ്രറ്റ് അവളുടെ അമ്മയ്ക്ക് കത്ത് എഴുതുന്നതാണ്. ഇതിപ്പോൾ എഴുതിയാലും എപ്പോൾ നാട്ടിൽ അമ്മയ്ക്ക് ഇത് റിസീവ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കിടെ മാത്രമേ ഇതുവഴി ബോട്ടുകൾ പാസ് ചെയ്യൂ. ആ സമയത്ത് വേണം ഇത് കൊടുത്തുവിടാൻ. ഏതായാലും കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഹാരിയുടെ ഹെൽത്ത്. ഇവിടുത്തെ ഫ്രഷ് എയർ കാരണം അവന്റെ ഹെൽത്ത് ബെറ്റർ ആവുന്നു. പിന്നെ ഇവൾക്ക് മകനുണ്ടായ കാര്യം. കുഞ്ഞിന് അവർ റോൾഫ് എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. ആൺകുഞ്ഞാണ്. വിശദമായി കാര്യങ്ങളെല്ലാം കത്തിലെഴുതി. കുറച്ച് കഴിഞ്ഞ് എലോയിസും അവളുടെ കൂടെയുള്ളവരും ഒരു നാണോ മാനോ ഇല്ലാതെ വീണ്ടും മാർഗ്രറ്റിനെ കാണാൻ വരുന്നുണ്ട്. കുഞ്ഞുണ്ടായതിൽ സന്തോഷം, അയർലൻഡിലെ ഫസ്റ്റ് ബോൺ ബേബിയാണ്, അതിന് ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഇവരുടെ നിന്ന് അടിച്ചു മാറ്റിയ ഫുഡിൽ കുറച്ച് ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. മാർഗ്രറ്റ്, വി ആർ റിയലി സോറി, നിനക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നറിയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ സെർവൻ്റ് ഇല്ലേ, അവനൊരു കള്ളനായിരുന്നു. അവൻ്റെ ഉഡായിപ്പൊക്കെ കയ്യോടെ പൊക്കിയപ്പോൾ തന്നെ ഞാൻ അവനോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. കുഞ്ഞിനെ ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞ് ഇവള് വരുമ്പോൾ മാർഗ്രറ്റിനെ കൊടുക്കാനൊരു മടിയുണ്ടെങ്കിലും ഇവള് കുഞ്ഞിനെ വാങ്ങി. ഓ ലുക്ക് അറ്റ് ദിസ്, ഫ്ലോറിയാനയിലെ ഫസ്റ്റ് ബേബി. ആൻഡ് മാർഗ്രറ്റ്, നമ്മളൊക്കെ നെയ്ബേഴ്സ് അല്ലേ, ഞങ്ങളൊരു ലഞ്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളും വരണം. മാർഗ്രറ്റ് ഇക്കാര്യം ഹെയിൻസിനോട് ചെന്ന് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല. അവളുടെ ലഞ്ചേ നമ്മുടെ ഫുഡ്സ് എല്ലാം അടിച്ചു മാറ്റി അതിലൊന്നും നമുക്ക് തന്നെ തിരിച്ചു തന്നിട്ട് അവള് ന്യായം പറയാൻ വന്നേക്കുന്നു. എന്നാൽ മാർഗ്രറ്റിന് എലോയിസിനെ പേടിയുണ്ട്. അവളെ സൂക്ഷിക്കണം. അവൾ എന്ത് ചെയ്യാൻ മടിക്കില്ല. തൽക്കാലം അവളെ പിണക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്കൊരു കൈക്കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഡിന്നറിന് പോകാമെന്ന് പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഇവനും സമ്മതിച്ചു. അങ്ങനെ അയലിലുള്ള ഇവരെല്ലാവരും ഒത്തുകൂടി. എലോയിസ് ഇവരെ സന്തോഷിപ്പിക്കാനെന്ന മട്ടിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ആർക്ക് കാണാൻ? ഇവളുടെ ഡാൻസ് ആർക്കാ കാണണ്ടേ? ഇവിടെ വെച്ച് ഡോക്ടർ റിട്ടർ അദ്ദേഹത്തിന്റെ വെപ്പുവല്ലൊക്കെ എടുത്ത് വെക്കുന്നത് കാണാം. ഇൻഫെക്ഷൻ തടയാനായിട്ട് ആൾ പല്ലുകളൊക്കെ റിമൂവ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതേപോലെ നമ്മുടെ മാർഗ്രറ്റ് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഡോറ ഇത് ശ്രദ്ധിച്ച് നോക്കുന്നത് കാണാം. ചെറിയൊരു വിഷമമുണ്ട്. ഡോറയ്ക്ക് എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കി അവളെ ചൊറിയാൻ വേണ്ടി തന്നെ എലോയിസ് മാർഗ്രറ്റിനോട്, മാർഗ്രറ്റ് എങ്ങനെയുണ്ടായിരുന്നു പ്രസവമൊക്കെ? ഫണ്ണായിരുന്നോ? ഫണ്ണാ? നല്ല ചോദ്യോടി, എങ്ങനെ നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഡോക്ടർ റിട്ടറിന്റെ ബുക്കിനെ പറ്റി, അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ബുക്കായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട. അദ്ദേഹത്തിന്റെ കുറെ ഫിലോസഫീസ് ഒക്കെയാണ് അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഫിലോസഫികൾ മനുഷ്യരിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ ഡോറ പറയുന്നുണ്ട്. ഇവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കുറച്ചധികം വ്യത്യസ്തമാണല്ലോ. ഈ ഒരു വെൽ ബിൽഡ് സൊസൈറ്റി അതിങ്ങനെയല്ല വേണ്ടത്. ഡെമോക്രസിയൊക്കെ ഒരു കൈൻഡ് ഓഫ് ഗിമിക്കാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ഇവര് തമ്മിലടിപ്പിക്കാനുള്ള ഒരവസരവും എലോയിസ് പാഴാക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ മാർഗ്രറ്റ് ഇവളോട് പറയുന്നുണ്ടായിരുന്നല്ലോ, അവള് ഹെയിൻസിനെ വിവാഹം ചെയ്തത് അവൻ അവളോട് ചോദിച്ചത് കൊണ്ടാണെന്നൊക്കെ. അക്കാര്യമൊക്കെ പുള്ളിക്കാരി ഇവിടെ എടുത്തടിച്ച പോലെ അങ്ങ് പറഞ്ഞു. റിട്ടറിനെ ചൊറിയാൻ വേണ്ടി അങ്ങേരെ ഇവളുടെ ഹോട്ടലിൽ ഒരു ഫിലോസഫറായിട്ട് നിയമിക്കാന്ന് പറയുന്നുണ്ട്. എന്തിനേറെ ഡോറയ്ക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞ്, കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് അവളെ മൂക്ക് ചെയ്യുന്നവരുണ്ട്. കുറേ ഒരുമാതിരി അങ്ങ് മൂക്ക് ചെയ്തപ്പോൾ ഡോക്ടർ റിട്ടർ തന്നെ ഡോറയ്ക്ക് ഹിസ്റ്ററി ഉണ്ട്, ഈ ഒരു ടോപ്പിക് അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞത് ഡോറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരി അവിടെ എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ എലോയിസിന്റെ ഡോഗ് വന്ന് അവൾക്ക് നേരെ കുറിക്കുന്നു. ഹേ കം ഇവിടെ വാ. കണ്ടില്ലേ, ഈ പട്ടികൾ ആണുങ്ങളെ പോലെയാണ്. ആദ്യം അവരെ ഉപദ്രവിച്ചിട്ട് പിന്നെ അവരെ കെയർ ചെയ്താൽ മതി, ടേക്ക് കെയർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇതിനെ ഹേർട്ട് ചെയ്തതൊക്കെ മറന്ന് നമ്മളെ
ഇഷ്ടപ്പെട്ട് നമ്മുടെ കാൽ കീഴി കിടന്നോളും. ഇത്രയൊക്കെ ആയപ്പോൾ ഡോക്ടർ റിട്ടർ അവളോട് എത്രയും വേഗം ഈ ഐലൻഡിൽ നിന്ന് നീ പോയിരിക്കണം, ഇവിടെ നിന്നെ ഇനി കണ്ടേക്കലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ എലോയിസ് ഇയാൾക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. താൻ എന്ത് വിചാരിച്ചോ? താൻ പറഞ്ഞ ഉടനെ ഞാൻ അങ്ങ് പോകുന്നു. ഇത് എൻ്റെ ഐലൻഡാണ്, എൻ്റെ സ്വന്തം ഐലൻഡ്. ഗലാപാഗോസിലെ മേയർ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, ദേ നോക്ക് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറെ പേപ്പേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവർ നോക്കുമ്പോൾ ഡോക്യുമെന്റ്സ് അനുസരിച്ച് ഇത് ഇവളുടെ ഐലൻഡ് തന്നെയാണ്. ഇവൾക്ക് ഈ സ്ഥലത്തിന് അധികാരവും ഹോട്ടൽ ബിൽഡ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതോടെ റിട്ടർ നമ്മുടെ ഹെയ്ൻസിനോട് ഗൺ ആവശ്യപ്പെട്ടു. പകരമായി 20 പൗണ്ട് റൈസ് കൊടുക്കാവുന്നു. നേരത്തെ ഇവർ മാത്രമുള്ളപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ശത്രുക്കളൊക്കെ ഏറ്റവും അടുത്തുള്ളപ്പോൾ ഗൺസ് ആവശ്യമാണ്. അന്ന് രാത്രി ഹെയ്ൻസ് മാർഗരറ്റിനോട് അവനെ വിവാഹം ചെയ്യാനുള്ള ഇവളുടെ റീസൺ എന്താണ്, എലോയിസ് പറഞ്ഞോ സത്യമാണോ എന്ന് ചോദിച്ചു. അവളുടെ മറുപടി ആവട്ടെ, ഹെയ്ൻസ് ഇവളെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവൾക്ക് 23 വയസ്സേ ഉള്ളൂ. ഇവളുടെ യങ്ങർ സിസ്റ്റർ എൻഗേജ്ഡ് ആയിരുന്നു. ഇവളുടെ കാര്യം എങ്ങും എത്തിയില്ല. ഇടയ്ക്കിടെ ഇവളുടെ അമ്മ ഇവളെ ഓർപ്പിക്കാറുണ്ട്, ഇവള് ഭയങ്കര ഷൈ ആണ്, ഓടാണ്, നല്ലൊരു ഭാര്യ ആവാൻ അവളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ. അതിനു മുമ്പും റിലേഷൻസ് ഒന്നുമില്ല, ഒരാളെ ഒന്ന് കിസ് ചെയ്തിട്ട് പോലുമില്ല. സോ ഹെയ്ൻസ് ആ സമയത്ത് ഇവളോട് ആവശ്യപ്പെട്ടു, ഇവളങ്ങ് സമ്മതിച്ചു. അതിനും മേലെ വേറൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടണ്ട എന്ന് പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞുപോയി, സമ്മർ ടൈമായി. ഡോക്ടർ റിട്ടറിന് ഇപ്പം അദ്ദേഹത്തിന്റെ റൈറ്റിംഗിലൊന്നും അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആളുടെ ഫിലോസഫീസ് ഒക്കെ ആളെ തന്നെ ചലഞ്ച് ചെയ്യുന്ന അവസ്ഥ. ഇതിനിടെ പുള്ളിക്കാരൻ ഒരു പന്നിയെ വെടിവെച്ച് കൊല്ലുന്നൊക്കെ ഉണ്ട്. മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ഡോറയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവർ ജീവിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് മറ്റുള്ളവർ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവരുടെ ജീവിതത്തെ പോലും അതൊക്കെ ഒരുപാട് മാറ്റിമറിക്കുന്നു. പോകെ പോകെ ഒരു ദിവസം റൂഡി വിശന്ന് വലഞ്ഞ് ഹെയ്ൻസിന്റെ വീട്ടിൽ ഭക്ഷണം ചോദിച്ചു വന്നു. ഇവരും വിശന്നിട്ടില്ല എന്ന് കരുതി അവന് ഭക്ഷണമൊക്കെ കൊടുത്തു. എലോയിസിനെ പറ്റി അവൻ പറയുന്നതാവട്ടെ പുള്ളിക്കാരി ഒരു പക്ക ഉഡായിപ്പാണെന്നാണ്. അവളുടെ ആക്സെന്റ്, അവൾ സ്വയം ബാരണസ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം പുള്ളിക്കാരി സിനിമകൾ കണ്ടു പഠിച്ചതാണത്രേ. ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് വലിയ പ്രതീക്ഷയൊക്കെ കൊടുത്താണ് ഇവർ ഇവിടെ കൊണ്ടുവന്നത്. എലോയിസ് ഒരാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ ആൾക്കതൊരു ഡിവൈൻ ഫീൽ കൊടുക്കും അത്രേ. പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കുക അത്ര എളുപ്പമല്ലെന്ന്. അത്രമേൽ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവളുടേതെന്ന്. വുമൺ, ഒരു കൈൻഡ് ഓഫ് കൺവിൻസിങ് കൺട്രോളിംഗ് മെന്റാലിറ്റി ഉള്ള വുമൺ. ഒരുപാട് പേരുടെ പ്രതീകമായിട്ട് നമുക്ക് പുള്ളിക്കാരിയെ കാണാൻ പറ്റും. റൂഡി ഹെയ്ൻസിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചത് ഇഷ്ടപ്പെടാതെ എലോയിസ് അവനോട് തട്ടിക്കയറുന്നുണ്ട്. ദേഷ്യം വന്ന പുള്ളിക്കാരി അവനെ തല്ലി, അവൻ തിരിച്ചു തല്ലി. ഉടനെ റോബർട്ട് വന്ന് റൂഡിയെ അടിച്ച് ബോധം കെടുത്തി. റോബർട്ടിനെ നമുക്ക് എലോയിസിന്റെ പെറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അവൾ നേരത്തെ പറഞ്ഞില്ലേ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന അടിമക്കണ്ട് പട്ടി, അതേപോലെയാണ് റോബർട്ട്. ഇവള് കുറെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കും, പിന്നെ അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവനെ കൂടെ നിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവനാവട്ടെ ഇവള് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാതെ ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടും. ആരെ വേണേലും ഇവൾക്ക് വേണ്ടി അടിച്ചിടും, ഫൈറ്റ് ചെയ്യും. റൂഡി കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. എലോയിസിന്റെ ഐഡിയാസ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല, എത്രയും വേഗം ഇവിടുന്ന് തിരിച്ചു പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. വീണ്ടും ദിവസങ്ങൾ പോകുന്നു. സമ്മറാണ്, മഴയൊന്നുമില്ല, ഏവരും ബുദ്ധിമുട്ടിലാണ്. ഈ സമയം ഡോക്ടർ റിട്ടറിന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന്റെ ബോട്ടിൽ കുറെ സാധനങ്ങളുമായിട്ട് കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാളുടെ പേര് അലൻ. പുള്ളിക്കാരൻ ഒരു മൂവി ഡയറക്ടറും ലാൻഡ് ഡെവലപ്പറും ഒക്കെയാണ്. അലനെ ഒന്ന് സന്തോഷിപ്പിച്ച് കൂടെ നിർത്തുന്നത് നല്ലതാണെന്ന് എലോയിസിന് മനസ്സിലായി. അതുകൊണ്ട് പുള്ളിക്കാരനെ സെഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻസ് തുടങ്ങി. നൈറ്റ് അലൻ ഇവർക്ക് മുന്നിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് മാർഗരറ്റിന്റെ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് എലോയിസ് വെള്ളമെടുത്ത് കണ്ണിലൊഴിച്ച് അവളും കരയുന്ന പോലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ശേഷം ദൂരെ മറ്റൊരു ഐലൻഡിൽ വോൾക്കാനോ ഇറപ്റ്റ് ആവുന്നതൊക്കെ കണ്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നതും എലോയിസ് ഈ അവസരം ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ അലനോട് അടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കണ്ട് ഡോക്ടർ റിട്ടർ എലോയിസിനൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്ത ഫുഡ് ഐറ്റംസ് നിന്ന് അവർക്ക് കൊടുത്ത സപ്ലൈസ് നിന്ന് കുറച്ചൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട്. ഇതൊന്നും ഡോറയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇദ്ദേഹത്തിന്റെ ഫിലോസഫീസ്. റിട്ടറിലെ ബെറ്റർ ഹ്യൂമനെ കണ്ടിട്ടാണ് ഇവൾ ഇദ്ദേഹത്തിന്റെ കൂടെ വന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. എലോയിസ് ആവട്ടെ അലനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ കിസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം ഇവളെ തടഞ്ഞു. അല്ല എന്ത് നീ ഇങ്ങനെ കാണിക്കുന്നേ? അലൻ മൈ ഡാർലിംഗ്, ഇനി വാ, എനിക്ക് ചെസ്റ്റിന്റെ ഇവിടെ വേദന എടുക്കുന്നു, ഇവിടെ പിടിക്ക്, നമ്മൾ രണ്ടുപേരും റിച്ച് അല്ലേ, നമുക്ക് എന്ത് വേണേലും ആവാലോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഈ ഒരു രീതിയിൽ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എലോയിസ് ഈ ട്രിക്ക് എൻ്റെ അടുത്ത് വർക്കാവത്തില്ല, പോയി വേറെ ആളെ നോക്കെന്ന് പറഞ്ഞ് പുള്ളി മാറിപ്പോയി. പൂവർ എലോയിസ്. ഇന്ന് വരെ അമുക്കണം കടിക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരുമാതിരി ആണുങ്ങളുടെ സ്വഭാവമില്ലാത്ത ആണുങ്ങളെ മാത്രമേ ഇവളെ കണ്ടിട്ടുള്ളൂ. അലൻ ആ കൂട്ടത്തിൽപ്പെട്ട ആണല്ല, ആണൊരുത്തനാണ്. അങ്ങേറെ രോമത്തിന് പോലും ഇവളെക്കാളും വിലയുണ്ടെന്നുള്ള മട്ടി പുള്ളി ഒരുമാതിരി ഇവളെ കളിയാക്കി ചിരിച്ച് അവിടുന്ന് മാറിപ്പോയി. I am the embodiment of perfection. I am the embodiment of perfection. നല്ല ഒന്നാന്തരമായിട്ട് തേഞ്ഞൊട്ടി കിട്ടിയോണ്ടാ കുട്ടിക്ക് കൊണ്ടു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഇതിനൊക്കെ ശേഷം ഡോക്ടർ റിട്ടർ അദ്ദേഹത്തിനൊക്കെ എത്തിച്ചു കൊടുത്ത ഫുഡ് സപ്ലൈസ് ചെയ്ത് നോക്കുമ്പോൾ അത് മുഴുവൻ ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഇദ്ദേഹം എലോയിസിന്റെ ഒക്കെ ഫുഡ് സപ്ലൈസ് മോഷ്ടിച്ചു. ഉറപ്പായിട്ടും അവർ തന്നെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ഫുഡ് സപ്ലൈസ് മോഷ്ടിച്ചത്. ആദ്യം താമസിയാതെ റിട്ടർ നേരെ ഹെയ്ൻസിന്റെ ഒക്കെ അടുത്ത് ചെന്ന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, എലോയിസിനെ നേരിടണമെന്ന് പറയാണ്. നിരന്തരം പുള്ളിക്കാരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് കരുതി ഇവരെല്ലാം മാന്യന്മാരാണെന്നല്ല, എന്നാലും തുടർച്ചയായി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഇവിടെ ആരും സർവൈവ് ചെയ്യത്തില്ല, അത് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് പോകും. ഹെയ്ൻസും റിട്ടറും എലോയിസിനൊക്കെ നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തിരുന്നു. ഉടനെ പുള്ളിക്കാരുടെ കൂടെയുള്ള റോബർട്ട് ഇവർക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. നാലാൾ തമ്മിൽ തർക്കം ബഹളമൊക്കെ ആയി വെട്ടി പൊട്ടുമെന്നുള്ള സാഹചര്യം ആയപ്പോൾ ഓടി വന്ന് നമ്മുടെ മാർഗരറ്റാണ് ഇവർക്കിടയിൽ കയറി ഇവരെല്ലാം സമാധാനിപ്പിക്കുന്നത്. ഒന്ന് ചുമ്മാ ഇരുടെ ഇവറ്റുകളൊക്കെ കൊണ്ട് ഇതാണ് മനുഷ്യൻ, അടിയുണ്ടാക്കാൻ രാഷ്ട്രീയം രാഷ്ട്രം മതം ഒന്നിന്റെ ആവശ്യമില്ല. ഇതൊന്നുമില്ലെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞ് ഇവർ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെയും പിന്നെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമാണെന്ന് പറയാം. ഫുഡിന് വേണ്ടി സപ്ലൈസ് റിസോഴ്സസ് ഒക്കെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കാരണം റിട്ടർ ഭയങ്കര ഒരു ഹാർഡ് മൈൻഡഡ് പേഴ്സൺ ആവുകയാണ്. പുള്ളിക്കാരൻ ഡോറയെ പോലും വകവെക്കുന്നില്ല. ഡോറയ്ക്ക് മൃഗങ്ങളോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന്
ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. പുള്ളിക്കാരി വളർത്തുന്ന ഡോങ്കിയെയും കോഴികളെയും ഒക്കെ അത്ര കാര്യമാണ്. റിട്ടർ ആവട്ടെ വേട്ടയ്ക്ക് പോകുമ്പോൾ പോലും ഇവർക്ക് കൊടുത്തിരുന്ന ഫുഡ്സ് എടുത്തുകൊണ്ടാണ് പോകുന്നത്, ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ. ഇതുകൊണ്ട് ഡോറ കുറച്ചെങ്കിലും കോഴികൾക്ക് ബാക്കി വെച്ചിട്ട് പോകണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ആവട്ടെ കുറച്ച് ചീഞ്ഞളഞ്ഞ പഴകിയ മീറ്റ് എടുത്ത് കോഴികൾക്ക് ഇട്ട് കൊടുത്തു. ഇതിനൊക്കെ ശേഷം നമ്മുടെ റൂഡി ഇപ്പോൾ ഹെയ്ൻസിന്റെ വീട്ടിലാണ്. എലോയിസുമായിട്ട് പുള്ളിക്കാരൻ അത്ര നല്ല ബന്ധത്തിലല്ല. ഒരു ദിവസം രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എലോയിസ് വന്ന് റൂഡിയെ വിളിച്ചു. മാർഗരറ്റ് പ്രത്യേകം പറയുന്നുണ്ട്, പോകരുത്, അവൾ പിന്നെ നിന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ആര് കേൾക്കാൻ? എലോയിസിന്റെ ശബ്ദം കേട്ട ഇവൻ എന്തോ സെറ്റപ്പാണ്. എന്റെ പ്രിൻസസ് വിളിക്കുന്നു എന്നുള്ള മട്ടിൽ നാണവും മാനവും അത് പുറകെ ചെന്നേ. റൂഡി, നീ എനിക്ക് എന്നും സ്പെഷ്യലാടാ. നിനക്ക് ഇവിടുന്ന് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിനക്ക് പോവാം. ഈ ബാഗിൽ നിനക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡ്സ് ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ പോവാം. ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ റൂഡിക്ക് അങ്ങ് മനസ്സലിഞ്ഞെന്നേ. പ്രിൻസസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണോ? ഇവന്റെ ഈ ചോദ്യം കേട്ട് എലോയിസ് അങ്ങ് ചിരിക്കും. കാര്യം പിടികിട്ടിയല്ലോ, പുള്ളിക്കാരി വീണ്ടും ഈ മൊണ്ണയെ യൂസ് ചെയ്യാൻ പോവാ. രാത്രി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹെയ്ൻസിന്റെ ഒക്കെ വീടിനടുത്തായിട്ടുള്ള ആ ഒരു ചെറിയ കാട്ടിൽ എന്തോ ഒരു ശബ്ദം കേൾക്കാം. എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഹെയ്ൻസ് ഗണ്ണൊക്കെ ആയിട്ട് പുറത്ത് ചെന്ന് അവിടെ മൂവ്മെന്റ് കണ്ട സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്തു. എന്തോ വെടികൊണ്ട് വീണു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് ഡോങ്കിയായിരുന്നു, ഡോറയുടെ ഡോങ്കി. ചതിച്ചതാണ്. ആ ഡോങ്കിയെ പാതിരാത്രി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയത് റൂഡി തന്നെയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് തന്റെ കോഴികൾ പഴകിയ മീറ്റ് കഴിച്ച് വയ്യാണ്ടായി കിടക്കുന്നതും തന്റെ കഴുതയെ കാണാനില്ലെന്നുള്ള കാര്യവും ഡോറ മനസ്സിലാക്കുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് കാരണം ആകെ ഒരുമാതിരി വയ്യാത്ത അവസ്ഥയിലായിരുന്നെങ്കിലും പുള്ളിക്കാരി വടിയൊക്കെ ഊന്നി തന്റെ കഴുതയെ തേടി ചെല്ലുന്നുണ്ട്. ഹെയ്ൻസിന്റെ വീട്ടിലെത്തി കാര്യം തിരക്കുന്നുണ്ടെങ്കിലും അവർ ഉള്ള കാര്യം തുറന്നു പറയുന്നില്ല. അവിടെ വീണുപോയ ഡോറയെ ഹെയ്ൻസ് ആണ് പിടിച്ചെഴുന്നേപ്പിച്ച് ഡോക്ടറിന്റെ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഹെയ്ൻസ് റിട്ടറിനോട് കാര്യം തുറന്നു പറഞ്ഞു. അതും രാത്രി ഇരുട്ടായിരുന്നു, എന്താണെന്ന് ഞാൻ കണ്ടില്ല, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴുതയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നേ. പന്ന പുന്നാര മോനെ, നീയാണല്ലേ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവന് നേരെ ചാടുമ്പോഴാണ് അത്രയും നേരം അവിടെ ഒളിച്ചിരുന്ന റോബർട്ട് ഓടിപ്പോകുന്നത് അവർ കാണുന്നത്. ആസ് യൂഷ്വൽ എല്ലാം എലോയിസിന്റെ പ്ലാനാണെന്ന് ഇവർക്ക് മനസ്സിലായി. അവൾ അത്ര വലിയ വിഷമാണ്, അവളെ ഇനി ഇവിടെ നിർത്തിയാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. രണ്ടും കൽപ്പിച്ച് ഹെയ്ൻസും റിട്ടറും എലോയിസിനെ നേരിടാൻ ചെന്നു. മാർഗരറ്റിനോടും ഹെൻറിയോടും വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, നിങ്ങൾ പോയി പുല്ലൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നൊക്കെ പറഞ്ഞ് അവരെ വിട്ടിട്ട് ടെന്റിനുള്ളിൽ റോബർട്ടിന്റെ കൂടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്ന എലോയിസിനെ ഇവർ വിളിച്ചിറക്കി. എലോയിസിന്റെ കൂടെ അവളുടെ കാവൽ ഡോഗ് റോബർട്ട് ഉണ്ടല്ലോ, അവൾ എന്ത് പറഞ്ഞാലും അവളുടെ കാൽക്കീഴ് കിടക്കുന്ന ഒരുത്തൻ. അവൻ റിട്ടറിനെയും ഹെയ്ൻസിനെയും അടിച്ചിടാൻ ശ്രമിച്ചു. അവന്റെ അത്ര കാര്യത്തില്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്ന് പാടുപെടുന്നുണ്ടെങ്കിലും അധികം താമസിയാതെ കിട്ടിയ ഒരു ചാൻസ് യൂസ് ചെയ്ത് റോബർട്ടിനെ ഇവർ കത്തി ഉപയോഗിച്ച് കുത്തി കൊല്ലുന്നുണ്ട്. റോബർട്ട് ചത്തു. എലോയിസ് തന്നെ പിന്നെയും പറ്റിച്ചതാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ റൂഡി പോലും അവളുടെ കൂടെ നിൽക്കത്തില്ല. ഉടനെ പുള്ളിക്കാരി അടുത്ത നമ്പർ ഇട്ടു. ഓടി വന്ന് നമ്മുടെ ഹെയ്ൻസിനെ കെട്ടിപ്പിടിച്ച് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കറിയോ ഇവൻ ഈ റോബർട്ട് എന്നെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന്. ഇവൻ എന്തൊരു വയലന്റ് ആയിരുന്നെന്നോ. ഒടുക്കത്തെ പൊസസീവ്നെസ് കാരണം അവൻ എന്നെ മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. എല്ലാം അവന്റെ കൺട്രോളിലായിരുന്നു. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി, ഒരുപാട് നന്ദിയുണ്ട്. ഇതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരണ്ടേ? ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഹോട്ടലിൽ ഈക്വൽ ഷെയർ തന്നാലോ? ഞാൻ നിങ്ങളെ പാർട്ട്നേഴ്സ് ആക്കാം. അങ്ങനെ അവളെ എനിക്ക് കൊന്നു കളഞ്ഞു. വലിയൊരു ശല്യം ഒഴിവായി. ദെൻ റോബർട്ടിന്റെയും എലോയിസിന്റെയും ശരീരം തൂക്കിയെടുത്ത് കടലിലെറിഞ്ഞു. ഇനിയിപ്പം എലോയിസിന്റെ കൂടെ വന്നവരിലൂടെ ബാക്കിയുള്ളത് റൂഡി മാത്രമാണ്. സംഭവം ആളൊരു മന്ദബുദ്ധിയാണെങ്കിലും ഇനി ഇവർക്ക് ശല്യം ഉണ്ടാക്കത്തില്ലെന്ന് കരുതാം. ഏതായാലും എലോയിസിനെയും റോബർട്ടിനെയും ഇവരാണ് കൊന്നു കളഞ്ഞതെന്നുള്ള കാര്യം മാർക്കറ്റിനോടും ഡോറയോടും ഒന്നും ഇവർ പറയുന്നില്ല. പകരം റോബർട്ടും എലോയിസും ഇവിടെ ഒരു കത്തെഴുതി വെച്ചിട്ട് അവർ ഇവിടുന്ന് പോയി എന്നുള്ളൊരു കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞു. കൂടാതെ എലോയിസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന അവരുടെ സാധനങ്ങളിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഡോക്ടർ റിട്ടർ റൂഡിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നുണ്ട്. സംഭവം ഇവന്മാരിങ്ങനെ ഉടായ്പൊക്കെ ഇറക്കിയെങ്കിലും ഇവന്മാരാണ് അവരെ കൊന്നു കളഞ്ഞതെന്നുള്ള കാര്യം നമ്മുടെ മാർഗരറ്റിന് മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്കാരി ഹെയ്ൻസിന്റെ ഗൺസും ബുള്ളറ്റ്സും ഒക്കെ ചെക്ക് ചെയ്തു. സോ ഇവന്റെ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് മിസ്സായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതിനർത്ഥം ഡോക്ടർ റിട്ടറാണ് എലോയിസിനെ ഷൂട്ട് ചെയ്ത് കൊന്നത്. ഇതെന്തായാലും പ്രശ്നമാവും. റിട്ടറെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അയാൾ ഇവരെ കൂടി ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഏത് സമയവും റിട്ടർ ഗവർണർക്ക് കത്തെഴുതാം. എലോയിസിനെ ഹെയ്ൻസ് ആണ് കൊന്നു കളഞ്ഞത് എന്ന് ഇവന് മേൽ പഴിയിട്ട് ഇവനെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഐലൻഡ് വിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത്. തങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്ത് ഇവിടെ ഇത്രയും ബിൽഡ് ചെയ്തത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനല്ല, ചതിക്കപ്പെടാനല്ല. എന്ത് സംഭവിച്ചാലും ഫാമിലിയാണ് ഇമ്പോർട്ടന്റ് എന്ന് ജോർജ് കുട്ടി വൈബിൽ നമ്മുടെ മാർഗരറ്റ്. ഇവിടെ ഇവർ തമ്മിലൊരു ഒത്തൊരുമ ഉണ്ടെന്നെങ്കിലും പറയാം. അവിടെ റിട്ടറിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഡോറ ആകെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ്. അവൾ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അവളുടെ കോഴികൾ, ഡോങ്കി, പിന്നെ റീസെന്റ് ടൈംസിൽ മാറി വരുന്ന റിട്ടറിന്റെ സ്വഭാവം എല്ലാം കൊണ്ടും അവൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇനിയും കൂടുതലൊന്നും സഹിച്ചു നിൽക്കാൻ താല്പര്യമില്ല. അവൾ റിട്ടറിനെ ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടെങ്കിലും പോവാണെന്ന് പറഞ്ഞു. റിട്ടർ സമ്മതിക്കൂ. പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഇവളുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ല് കൂടുതൽ പ്രശ്നമായിട്ടുണ്ട്. കുറേ തവണ അത് പറിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ലായിരുന്നു. എന്നാൽ ഇത്തവണ പുള്ളിക്കാരൻ വിട്ടില്ല. അവളെ പിടിച്ചു വെച്ച് അവളുടെ പല്ല് വലിച്ചു പറിച്ചിങ്ങെടുത്തു. ഇതിനൊക്കെ ശേഷം ഡോറ ഇങ്ങനെ വുഡ്സിലൂടെ നടന്നു പോകുമ്പോൾ അവളെ കാണുന്ന മാർഗരറ്റ് ഓടി അവളുടെ അടുത്ത് ചെന്ന് കുറച്ച് കോഴികളെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഡോറ വളർത്തിയിരുന്ന കോഴികളൊക്കെ പഴകിയ മീറ്റ് കഴിച്ച് വീണുപോയ കാര്യം ഇവള് അറിഞ്ഞിരുന്നേ. പിന്നെ ഡോക്ടർ റിട്ടറാണ് ബാരനസിനെ കൊന്നത്. അയാൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ്, അയാളുടെ കൂടെ തുടരരുത് എന്നും ഇവള് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തന്റെ പാർട്ണറെക്കാളും പുറത്തുനിന്നുള്ള ഒരാളെ വിശ്വസിക്കാൻ ഡോറയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. മാർഗരറ്റ് പല ആവർത്തി ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡോറ വലിയ വില കൊടുത്തില്ല. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ റൂഡി ഈ പ്രദേശത്തൂടെ പാസ് ചെയ്ത് ഒരു ബോട്ടിൽ ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ്. ബോട്ട് ഓടിച്ചിരുന്ന ആൾക്ക് കുറേ പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനും സമ്മതിച്ചു. അങ്ങനെ അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ പോകെ ഡോക്ടർ റിട്ടറിന് കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാനൊക്കെ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്ന ലൈഫിന്റെ പർപ്പസ് എന്താണെന്നോ, We hunt, we fight, we fuck, we kill.
ഇത് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ശരിക്കും ലൈഫിന് അങ്ങനെ പ്രത്യേകിച്ച് പർപ്പസ് എന്തെങ്കിലും ഉണ്ടോ? വി ഡോണ്ട് നോ. ഒരുപാട് പേര് വിശ്വസിക്കുന്ന പോലെ ഒരു സ്വർഗം നരകം അതിനൊക്കെ വേണ്ടി ജീവിക്കുക, ആ ഒരു ആഫ്റ്റർ ലൈഫിന് വേണ്ടി ജീവിക്കുക, പർപ്പസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിൽ എന്ത് പോയിന്റാണുള്ളത്? ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ച് ലൈഫിൻ്റെ പർപ്പസ് നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്ന് കൺസിഡർ ചെയ്താൽ കുറച്ചുകൂടെ സമാധാനം ഉണ്ടാവും. എന്തായാലും റിട്ടറിൻ്റെ സന്തോഷമൊക്കെ കണ്ടിട്ടാവണം ഡോറ ഇദ്ദേഹത്തിന് ചിക്കൻ കുക്ക് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവള് വളർത്തിയിരുന്ന കോഴികൾ വയ്യാതെ വീണ് കിടക്കുമല്ലേ, എന്നാലും കുഴപ്പമില്ല. മാർഗരറ്റ് കൊടുത്ത കോഴികളുണ്ടല്ലോ, റിട്ടറിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ഇവള് കഴിക്കുന്നില്ല കേട്ടോ, കാരണം ഇവളുടെ പല്ല് പിഴുതിട്ട് അധികമായില്ലല്ലോ, വേദനയുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഡോറ വിറ്റ്മസിന്റെ വീട്ടിൽ ചെന്നു. റിട്ടർക്ക് തീരെ വയ്യ, അദ്ദേഹത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരണമെന്ന്. കാര്യം മനസ്സിലായല്ലോ, അങ്ങേർക്ക് വയ്യാതായത് ഇവൾ ഉണ്ടാക്കി കൊടുത്ത ചിക്കൻ കാരണമാണ്. ഇവൾ ഉണ്ടാക്കി കൊടുത്തത് വയ്യാതെ വീണ് കിടന്ന കോഴികളെയാണ്. ഫുഡ് പോയ്സൺ അടിച്ചു. എങ്ങനെ സംഭവിച്ചതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ചെയ്തത് ഡോറ തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങേരെ രക്ഷിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം വയ്യാതായിട്ടുണ്ട്. അവസാന നിമിഷം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് റിട്ടർ ഇവളെ ശപിക്കുന്ന പോലുമുണ്ട്. അയാൾക്കറിയാലോ ഇത് ചെയ്തത് ഡോറയാണെന്ന്. വീണ്ടും മാസങ്ങൾ പോകെ പോകെ സമ്മർ കഴിഞ്ഞ് ഓട്ടം സീസണായി. ഗലാപ്പഗോസ് ഗവർണർ ഐലൻഡിൽ വന്നു. എലോയിസിന് എന്ത് സംഭവിച്ചാണെന്ന് അറിയത്തില്ല. ഇതുവരെ അവളെപ്പറ്റി ഒരു ഇൻഫോർമേഷനും ഇല്ല. റിട്ടർ മരണപ്പെട്ടു. ഇതിനൊക്കെ കാരണമാര്? അന്വേഷിക്കേണ്ടത് ഗവർണറുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ. അദ്ദേഹം നമ്മുടെ ഹെയ്ൻസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ദെൻ മാർഗരറ്റിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. മാർഗരറ്റ് മുമ്പേ പറഞ്ഞ പോലെ ഡോക്ടർ റിട്ടർ ഇവരെ ചതിക്കുമായിരുന്നു. പുള്ളിക്കാരൻ എലോയിസിനെ കൊന്നിട്ട് ഹെയ്ൻസ് ആണ് എലോയിസിനെ കൊന്നു കളഞ്ഞത് എന്നും പറഞ്ഞ് ഗവർണർക്ക് കത്തെഴുതിയിരുന്നു. ഓ, അയാൾ എഴുതിയ കത്ത് നിങ്ങൾ അതുപോലെ അങ്ങ് വിശ്വസിച്ചോ? അതിന് ഗവർണറുടെ മറുപടി, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഡോറയോട് സംസാരിച്ചിരുന്നു, അവളും ഇത് സത്യമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ എലോയിസിനെ കൊന്നത്? അവൾ അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ല, ഡോക്ടർ റിട്ടർ എങ്ങനെ മരിച്ചു എന്നാണ് അവൾ പറഞ്ഞത്? ഫുഡ് പോയ്സണിങ് ആണെന്നോ? അതിന്റെ കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഐലൻഡിൽ സർവൈവ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ഫുഡ് പോയ്സൺ അടിച്ച് മരിക്കുന്നു. ഈ ഐലൻഡിന്റെ സ്വഭാവ രീതികളൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുമോ? അവളുടെ വയ്യാതായി വീണുപോയ കോഴികളെ കുക്ക് ചെയ്ത് കൊടുത്താണ് അദ്ദേഹം മരിച്ചതെന്നല്ലേ? എന്തിനാ അവൾ വയ്യാതായ കോഴികളെ തന്നെ കുക്ക് ചെയ്ത് കൊടുത്തത്? അന്ന് റിട്ടർ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പേ ഞാൻ നല്ല കോഴികളെ അവൾക്ക് കൊടുത്തതാണല്ലോ. വെറും ഊഹാപോഹങ്ങൾ വെച്ച് നിഗമനത്തിലെത്താതെ ഫാക്സ് മനസ്സിലാക്കുക ഗവർണർ. ഡോക്ടർ റിട്ടർ മരിക്കുന്നു. എലോയിസും റോബോട്ടും എങ്ങോട്ടോ പോകുന്നു. എലോയിസിന്റെ സാധനങ്ങൾക്ക് റിട്ടർക്ക് വിറ്റിട്ട് റൂഡിയും എങ്ങോട്ടോ എസ്കേപ്പ് ആയിപ്പോയി. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിലൊന്നും ഇടപെടാതെ ഞങ്ങളാണ് കുറ്റക്കാരെന്ന് പറയുന്നു. ഗവർണർക്ക് മിണ്ടാട്ടമില്ല. പ്രോപ്പറായിട്ട് തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരൊക്കെ ഐലൻഡിൽ നിന്ന് തിരികെ പോകുമ്പോൾ ഡോറയും അവരോടൊപ്പം പോകുന്നുണ്ട്. വിറ്റ്മർ ഫാമിലിയോടും കൂടെ ചെല്ലുന്നു എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ല, ഇതാണ് ഞങ്ങളുടെ ഹോം എന്നാണ് മാർഗരറ്റിന്റെ മറുപടി. എലോയിസിന്റെയും റോബർട്ടിന്റെയും ശരീരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഡോറ ജർമ്മനിയിലേക്ക് തിരിച്ചുപോയെങ്കിലും അവളുടെ രോഗം ഭേദമായിരുന്നില്ല. മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് കാരണം പുള്ളിക്കാരി 1943 മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഡോറ അവളുടെ പെർസ്പെക്റ്റീവിൽ ഈ ഐലൻഡിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. അവൾ എന്താണോ ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ. അതിലൊക്കെ വിറ്റ്മർ ഫാമിലി അത്ര നല്ല രീതിയിലല്ല എഴുതിയിരിക്കുന്നതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മാർഗരറ്റ് അതിന് റെസ്പോണ്ട് ചെയ്തു. ഐലൻഡിൽ സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല, ഡോറ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് മാർഗരറ്റ് അവളുടെ ഒരു പെർസ്പെക്റ്റീവ് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തു. ഒരു ബോട്ടിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച റൂഡിക്ക് ശരിക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല. അവൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച ആ ഒരു ബോട്ട് ഫ്ലോറിയാനയിൽ നിന്നും 150 മൈൽ അകലെ തകർന്ന നിലയിൽ കണ്ടെത്തുമായിരുന്നു. നമ്മുടെ മാർഗരറ്റ് ആവട്ടെ പുള്ളിക്കാരിയുടെ 96ാമത്തെ വയസ്സ് വരെ ഫ്ലോറിയാന ഐലൻഡിൽ ജീവിച്ചു. അവൾക്ക് 96 വയസ്സുള്ളപ്പോൾ 2000-ലാണ് അവൾ മരിക്കുന്നത്. ഇന്നും അവളുടെ ഡിസെൻഡൻസ് അവിടെ ജീവിക്കുന്നുണ്ട്. അവരവിടെ ചെറിയൊരു ടൂറിസ്റ്റ് ഹോട്ടൽ റൺ ചെയ്യുന്നുണ്ട്. ഇതൊരു ഫിക്ഷണൽ കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച ഇവന്റ്സ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ഐലൻഡിൽ പോയി ജീവിതം തുടങ്ങി തുടർന്ന് അവിടെ ജീവിച്ച് ഇവരെയൊക്കെ കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയിലെ ഓരോ ക്യാരക്ടറിൻ്റെയും ഇമോഷണൽ ബാഗേജ് വേണമെങ്കിൽ നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ പറ്റും. ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി ഡിഫറൻ്റ് ആണ്. അവർ ഓരോരുത്തർക്കും കാര്യങ്ങളെ നോക്കി കാണുന്നതിൽ അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട്. ഡോക്ടർ റിട്ടർ പുള്ളിക്കാരൻ ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ വന്നവനാണ്. ഒരു പുതിയ ലോകം ഇങ്ങനെയായിരിക്കണം മനുഷ്യർ ജീവിക്കേണ്ടത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുമെങ്കിലും പുള്ളിക്കാരനുള്ള ആ ഒരു ടോക്സിക് ഇന്റലക്ച്വൽ ഈഗോ ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വില്ലൻ. പുള്ളിക്കാരൻ എല്ലാം നഷ്ടപ്പെടാൻ കാരണമായതും ആ ഒരു ഈഗോ ആണ്. ഇനി മുന്നോട്ട് സർവൈവ് ചെയ്യുകയുള്ളൂ വഴി എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊറാലിറ്റി ഒന്നും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സർവൈവ് ചെയ്യാൻ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു എക്സ്ട്രീം പോയിന്റ് നമ്മൾ ചെയ്യും. അവിടെ എത്തിക്സിനല്ല പ്രാധാന്യം, നെസസിറ്റി പോലിരിക്കും. എലോയിസിന്റെ കാര്യം പറയുവാണെങ്കിൽ പുള്ളിക്കാരി ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉള്ള പേഴ്സൺ ആണ്. ഞാനത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ചുറ്റും തന്നെ ഇങ്ങനെയുള്ള കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച് തീർത്തും റോങ് ആയിട്ടുള്ള ആശയങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതും ഭയങ്കര റാഡിക്കൽ POVയിലുള്ള കാര്യങ്ങളെ പോലും എന്തോ വലിയ സംഭവമാണെന്ന് കരുതി പ്രൊജക്ട് ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെ ഉള്ളിലും നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. എന്നാൽ എല്ലാം എനിക്ക് വേണം, മറ്റുള്ളവന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വേണമെന്നുള്ളവരുടെ ആ ഒരു തോന്നലുണ്ടല്ലോ. അത് കാരണം ഒന്നിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും, സർവൈവ് ചെയ്യാൻ ഒന്നിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ പോലും എല്ലാം മറന്ന് പരസ്പരം ചെളിവാരി പൂശാനുള്ള മനുഷ്യന്റെ ആ ഒരു സ്വഭാവവും നമുക്കിതിൽ വ്യക്തമായി കാണാം. എല്ലാ സുഹൃത്തുക്കൾക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.